العالمين نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بمدح المصطفى تحيا القلوب وتغتفر الخطايا والذنوب ആദരണീയരായ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ലോകം മുഴുക്കിയുള്ള എല്ലാ ജനങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിമഹത്തായ പരിശുദ്ധ റബീഉൽ അവ്വലിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനും അവിടത്തോടുകൂടി ഒരുമിച്ച് കൂടാനും നമുക്ക് ഭാഗ്യം ലഭിക്കുന്ന വിധം ഈ സദസ്സുകളെല്ലാം നമ്മിൽ നിന്നും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നീണ്ട യാത്രകൾ കഴിഞ്ഞ് എത്തിയതാണ് തൂക്കുന്നിലായതുകൊണ്ട് ഇവിടെ ഒന്ന് വന്ന് മുഖം കാണിച്ച് ഒരൽപ്പം സംസാരിച്ച് പോകാൻ ഉദ്ദേശിച്ച് വന്നതുമാണ്. നിങ്ങൾ നല്ല വഅദ് പ്രിയപ്പെട്ട റാഷിദ് ബുഖാരിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീണ്ട സമയം സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ മജ്ലിസുകളും നമ്മുടെ എല്ലാ സംരംഭങ്ങളും നമ്മുടെ ഇവിടെ നടക്കുന്ന മദ്രസയും സ്കൂളും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഈ പ്രദേശത്ത് നടക്കുന്ന എല്ലാ ദീനിയായ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല അവൻ പൊരുത്തപ്പെട്ട നിലക്ക് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണല്ലോ അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മിലേക്ക് അയച്ചിട്ടുള്ളത്. ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും
ഞാൻ നിങ്ങളിലേക്ക് നിയോഗിച്ചേക്കപ്പെട്ട ആളാണ് എന്ന് പറയൂ എന്നാണ് പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിനർത്ഥം തന്നെ അവർ മനുഷ്യ സമൂഹത്തെ ലോകസത്താവായ അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവരായി വന്നു എന്നതാണ്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറൻ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഓ നബിയെ, നിശ്ചയമായും അങ്ങേ ഞാൻ സാക്ഷിയാക്കി നമ്മൾ പറഞ്ഞേക്കും. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാറ്റിനും സാക്ഷിയാണ്. കഴിഞ്ഞ കാലത്തിനും വരുന്ന ലോകത്തിനും നടക്കുന്ന സംഭവങ്ങൾക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാണ്. നമുക്കറിയാം, അവിടുന്ന് പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം എനിക്ക് വെളിവാക്കപ്പെടും. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഞാനത് അറിയും. എന്റെ വഫാത്തിന്റെ ശേഷവും നിങ്ങൾ ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇദാ വജദ്തു ഖൈറൻ ഹമിദുല്ലാഹ, നിങ്ങൾ നല്ല കാര്യം ചെയ്തതായി ഞാൻ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ നല്ല കാര്യം ചെയ്തതായി ഞാൻ അറിയുമ്പോൾ, ഹമിദുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ അൽഹംദുലില്ലാഹ് പറയും. അതിന് ഭാഗ്യം തന്നവൻ അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും. വൈദാ വജദ്തു സൂഅൻ ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ, തെറ്റുകൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചതായി ഞാൻ അറിയുമ്പോൾ, ഞാൻ എന്റെ റബ്ബിനോട് മാപ്പ് പറയും. എന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ എന്റെ റബ്ബിനോട് മാപ്പ് ചോദിക്കും. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ മാത്രമല്ല, അവിടുന്ന് അതാ പാരത്രിക ലോകത്ത് അന്ത്യവിശ്രമം കൊള്ളുമ്പോഴും നമ്മുടെ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് നമുക്ക് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി റബ്ബിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞത്, ഇസ്തഗ്ഫർതു ലക്കും, ഞാൻ എന്റെ റബ്ബിനോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ യഅമലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ. നിങ്ങൾ പ്രവർത്തിച്ചോളൂ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നു. വൽമുഅ്മിനൂൻ, സത്യവിശ്വാസികളായ മഹാന്മാരായ മുഅ്മിനീങ്ങൾ അവരും നമ്മുടെ കാര്യം അറിയുന്നു. എന്റെ ബാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ എന്റെ പ്രവർത്തനം എന്റെ ബാപ്പ അറിയും, എന്റെ ഉമ്മ അറിയും, നിങ്ങളെ ബാപ്പമാര് ഉമ്മമാര് അറിയും. മഹാനായ ഹാഫിദ് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിൽ അവരുടെ കുടുംബങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പടച്ച റബ്ബ് അറിയിച്ചു കൊടുക്കും.
നമ്മൾ പലപ്പോഴും പലതും രഹസ്യമായി പറയും, രഹസ്യമായി ചെയ്യും, രഹസ്യമായി പല കാര്യങ്ങളും നീക്കും. അതെല്ലാം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുന്നു, നമ്മിൽ നിന്ന് മരിച്ചുപോയ മഹാന്മാര് അറിയുന്നു. അങ്ങനെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, പരിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതം രഹസ്യമാണെന്നൊരു ധാരണ നമുക്കുണ്ടാകരുത്. ജീവിതം പരസ്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരുപക്ഷെ തിരിഞ്ഞും മറിഞ്ഞും നോക്കി ആരും കാണുന്നില്ലെന്ന് ധരിക്കും, ആരും അറിയുന്നില്ലെന്ന് ധരിക്കും. ഭർത്താവ് അറിയുന്നില്ലെന്ന് ഭാര്യയും, ഭാര്യ അറിയുന്നില്ലെന്ന് ഭർത്താവും, മക്കൾ അറിയുന്നില്ലെന്ന് പിതാവും, പിതാവ് അറിയുന്നില്ലെന്ന് മക്കളും, അങ്ങനെ പലതും ധരിക്കുമെങ്കിലും അല്ലാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസും നമ്മെ പഠിപ്പിക്കുന്നു, അല്ലാഹു അറിയുന്നു, അവന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുന്നു, അതുപോലെ മഹാന്മാര് അറിയുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം, നല്ല നിലയ്ക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ ഇന്ന് വൈകുന്നേരം അതേ വിദേശത്ത് നിന്ന് വന്നപ്പോ കുറ്റ്യാടി ഓഫീസിൽ പോയിട്ടില്ല. സാധാരണ വന്നാൽ ആദ്യം പോകൽ ഓഫീസിലാണ്, പക്ഷെ പോകാനും സമയം കിട്ടിയിട്ടില്ല. ഓഫീസിൽ പോയില്ലെങ്കിൽ ഞാൻ കുറ്റ്യാടിയിൽ പോയിട്ടുണ്ട്. നേരെ പോയത് കുറ്റ്യാടി സിറാജുൽ ഹുദ ആരംഭിക്കുന്ന സമയത്ത് ഒന്നാമത്തെ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് മരണം വരെ എന്റെ കൂടെ നിന്നിരുന്നവരും പ്രായം ചെന്ന സയ്യിദുണ്ട്. PCS തങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഞാൻ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം, നാട്ടിൽ നിന്ന് പോയതിനു ശേഷം മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, നീ അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകണം റഹ്മാനെ. ഞാൻ അദ്ദേഹത്തിന്റെ ഖബറിങ്കിൽ പോയി അവിടെ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങുമ്പോ എന്റെ അടുക്ക് എന്നോട് പറഞ്ഞു, കൂടെയുള്ളവര് പറഞ്ഞു, 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതിന്റെ തൊട്ടടുത്ത് ഇന്നലെ ആക്സിഡന്റിൽ മരിച്ചുപോയിട്ടുണ്ട്. ഞാൻ ആ വീട്ടിൽ കയറി, സങ്കടം തോന്നി. ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയിട്ടുണ്ട്. എന്റെ യുവാക്കളെ, ചെറുപ്പക്കാരെ, PCS തങ്ങളെ സംബന്ധിച്ച് ഞാൻ ഖബർ സിയാറത്തിന് വേണ്ടി പോകുമ്പോ മകനോട് ചോദിച്ചു, ബാപ്പക്ക് എത്ര വയസ്സുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, 100 വയസ്സുണ്ടാകാനാണ് സാധ്യത. തങ്ങളവർക്കൊരു 100 വയസ്സോളം ജീവിക്കാൻ അല്ലാഹു ആയുസ് കൊടുത്തു. അവിടെ നിന്ന് അതാ ദുആ ചെയ്ത് ഇറങ്ങുമ്പോ പിന്നെ ഞാൻ കയറുന്നത് 16 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ചിട്ട് ആ വീട്ടിലാണ്. പ്രായത്തിന്റെ ആധിക്യമോ പ്രായത്തിന്റെ കുറവോ മരണത്തിന് ബാധകമല്ല. അല്ലാഹു നിശ്ചയിച്ച സമയത്ത് നമ്മൾ മരിക്കണം. മരിച്ചാലാണ് ജീവിതത്തിന്റെ തുടക്കം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 വിശ്വാസമാണ് വളരെ പ്രധാനമായി സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഒന്ന് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. ആ അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് അല്ലാഹു പറഞ്ഞേച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന വിശ്വാസം. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ, ആരെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് സ്വമേധയാ കടന്നു വരികയാണെങ്കിൽ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുവെന്ന് 10,000 തവണ ആവർത്തിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈമാൻ ലഭിക്കൂല. അതിന്റെ കൂടെ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല പറഞ്ഞേച്ച വ്യക്തിയാണ് എന്നുകൂടി മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കണം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ മദ്ഹാണ്, ഏറ്റവും വലിയ ബഹുമാനമാണ്. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല. അല്ലാഹുവിലേക്ക് മനുഷ്യരെ ക്ഷണിക്കാൻ
ജനങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ വിഷയങ്ങളും പഠിപ്പിക്കാൻ, ജനങ്ങൾക്ക് തകരാറ് വരുത്തുന്ന മുഴുവൻ വിഷയങ്ങളും വിരോധിക്കാൻ, ഇങ്ങനെ നന്മയുടെ വഴിയിൽ ജനങ്ങളെ നടത്താൻ, യജമാനനായ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് ജീവിക്കാൻ, ജനങ്ങളെ മുഴുവനും ക്ഷണിക്കാൻ വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വിശ്വസിക്കണം, പോരാ പ്രഖ്യാപിക്കണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് കൂടാതെ, നബി തങ്ങളുടെ സ്ഥാനം അംഗീകരിക്കാതെ, അത് പ്രഖ്യാപിക്കാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാതെ ഒരൊറ്റ മനുഷ്യന്റെയും മനസ്സ് ഈമാൻ കൊണ്ട് സജീവമാകൂല. അതാണ് ഇമാം ബൂസരി തങ്ങൾ ചൊല്ലിയത്, ബിമദ്ഹിൽ മുസ്തഫ തഹിയൽ ഖുലൂബ് വതുഗ്തഫറുൽ ഖതായ വദ്ദുനൂബ്. മനസ്സ് സജീവമാകുന്നതും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് കൊണ്ടാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് ഈമാൻ ഹൃദയത്തിൽ കടക്കൂല. അതോടുകൂടെ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയണം, അത് പ്രഖ്യാപിക്കണം. നബി തങ്ങളുടെ മദ്ഹ് പ്രഖ്യാപിക്കണം. എല്ലാ പള്ളികളിലും ദിനേന 5 നേരം അത് പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രസവിച്ച ഉടനെയുള്ള ചെറിയ കുട്ടിയുടെ ചെവിട്ടിൽ അത് കേൾപ്പിക്കുന്നുണ്ട്. ആ നേതാവിന്റെ പേരാണ് സ്വന്തം ബാപ്പയുടെ പേര് കേൾപ്പിക്കുന്നതിന് മുമ്പ്, സ്വന്തം ഉമ്മയുടെ പേര് കേൾപ്പിക്കുന്നതിന് മുമ്പ്, സൃഷ്ടികളിൽ വെച്ച് ആദ്യമായി ഒരു കുട്ടിയുടെ ചെവിട്ടിൽ കേൾപ്പിക്കേണ്ട പേര് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ കുട്ടി വലുതായി മരിച്ചു ചെന്നാലോ ഖബറിലെത്തുമ്പോൾ ആദ്യമായി കാണുന്ന വ്യക്തിയും മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടാണ് മലക്കുകളുടെ ചോദ്യം. അതേ മഹാദർ റജുലുല്ലദീ ബുഇസ ഫീകും, ഈ വ്യക്തിയെ കുറിച്ച് നിനക്കെന്ത് പറയാനുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിരറ്റ് സ്നേഹിച്ച് ബഹുമാനിച്ച് അംഗീകരിച്ച് ജീവിച്ചിട്ടുള്ളവർക്ക് വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നു. അല്ലാത്തവർ വല്ലാതെ വിഷമിക്കുന്നു, ശിക്ഷ അനുഭവിക്കുന്നു. പടച്ച റബ്ബേ, അവിടുത്തെ സ്നേഹിച്ച് ഒരുമിച്ച് കൂടിയവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് അവിടുത്തെ കാണാനും കാണുമ്പോൾ സന്തോഷിക്കാനും കൃത്യമായ മറുപടി നൽകാനും ഭാഗ്യം തരണേ റഹ്മാനേ. സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പഠിപ്പിച്ച വിശ്വാസം വൽയൗമിൽ ആഖിർ. വൽയൗമിൽ ആഖിർ അന്ത്യനാളിനെ കുറിച്ചുള്ള വിശ്വാസമാണ്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്. കഴിഞ്ഞ അതിന്റെ സമയത്ത് സജീവമായി നമ്മുടെ കൂടെ ഓടി നടന്നിരുന്ന ഹമീദ് ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. അല്ലാഹുവേ, അബ്ദുൽ ഹമീദിന്റെ ജീവിതത്തിൽ, അതുപോലെ ഞങ്ങളുടെ കൂടെ ജീവിച്ച വല്ലവരുടെയും ജീവിതത്തിൽ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ, ഞങ്ങളെ ജീവിതത്തിൽ എന്ത് തെറ്റുകൾ വന്നിട്ടുണ്ടോ, ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മബാപ്പമാരുടെ ജീവിതത്തിൽ, ഞങ്ങളെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്തവരുടെ ജീവിതത്തിൽ ഏത് തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഞങ്ങൾക്കെല്ലാവർക്കും അവർക്കും നീ മാപ്പ് തരണേ റഹ്മാനേ, മാപ്പ് തരണേ റഹ്മാനേ. ഇവിടുത്തെ മൈതാനിയിൽ മറവ് ചെയ്യപ്പെട്ടവർ, അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ മറവ് ചെയ്യപ്പെട്ടവർ, അവർക്കെല്ലാം അവരുടെ ഖബറിൽ സന്തോഷം നൽകണേ റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, നമുക്കെത്രയാണ് ജീവിതമെന്ന് പറയാൻ കഴിയില്ല. ജീവിക്കുന്ന കാലം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് ജീവിക്കണം. നമ്മൾ പാറക്കടവിൽ വെച്ച് ബുറുദ ബൈത്ത് സംസാരിച്ചു, വടകരയിൽ വെച്ച് ബുറുദ ബൈത്ത് സംസാരിച്ചു. ഇനി ആ ബുറുദ ബൈത്ത് ഇൻഷാ അല്ലാഹ് കുറ്റ്യാടിയിലും കുയിലേരിയിലും സംസാരിക്കാനുണ്ട്.
ഇവിടെ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കാൻ മാത്രം സമയമില്ല. അതുകൊണ്ട് ഞാൻ ബറക്കത്തിന് വേണ്ടി മാത്രം പറയുകയാണ്. നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത് തന്നെ മനുഷ്യന് ജീവിതം അവസാനിക്കുന്ന ജീവിതമാണ്. ആ അവസാനിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഒരുക്കി വെക്കുന്നതാണ് ബുദ്ധി. അതാണ് ഇമാം ബുസ്രി തങ്ങൾ സ്വന്തം ശരീരത്തെ ആക്ഷേപിച്ചുകൊണ്ട് അമർതൂകൽ ഖൈറല തിമതമർതു ബിഹി വമസ്തഖംതു ഫമാ ഖൗലി ലകസ്തഖീമി. എല്ലാവരും ചൊല്ലണം മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം ولا تزودت قبل الموت نافلة ولم أصلي سوى فرض ولم أصومي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുകയാണ്. അവിടുത്തെ മദ്ഹ് പറയുകയാണ്. അത് പറയുമ്പോൾ സ്വന്തം ശരീരത്തെ ഒന്ന് വിലയിരുത്തണമെന്നതാണ് ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിന് വേറെ ആരെയും ആക്ഷേപിക്കാത്ത ഒരു ശൈലി ഇമാം ബുസ്രി സ്വീകരിക്കുകയാണ്. അതാണ് ഏറ്റവും മുന്തിയ ശൈലി. മറ്റൊരാളെ ആക്ഷേപിക്കുന്നതിന് പകരം എനിക്കെന്തു തകരാറുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക, എന്നെ ഞാൻ നന്നാക്കാൻ നോക്കുക. അങ്ങനെ ഓരോരുത്തരും അവനവനെ നന്നാക്കാൻ നോക്കിയാൽ അതാ മനുഷ്യൻ മൊത്തത്തിൽ നന്നായി പോയില്ലേ. അതിന്റെ പുറമെ സുഹൃത്തുക്കളെ, അവനവനെ സംബന്ധിച്ച് അവനവൻ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ചോദിക്കട്ടെ, നിങ്ങൾ പലരും ഷുഗർ ടെസ്റ്റ് ചെയ്യാറില്ലേ? കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യാറില്ലേ? നിങ്ങളതാ പലപ്പോഴും പല ടെസ്റ്റുകളും എത്രയോ ആയിരങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ച് ബോഡി ചെക്കപ്പ് ചെയ്യാറില്ലേ? അതെ, അത് നിങ്ങളെ ബോഡി നിലനിൽക്കാനാണെങ്കിൽ, ബോഡിക്ക് സൗഖ്യം കിട്ടാനാണെങ്കിൽ, സുഖം ലഭിക്കാനാണെങ്കിൽ ഈ ബോഡിക്ക് സുഖം കിട്ടൂല കേട്ടോ. ഇവിടെ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും ഈ ബോഡി അത് ആത്മാവ് പിരിയുന്നതോടെ പിന്നെ സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയാതെ, ഇന്നലെ കുളിച്ചവൻ ഇന്ന് കുളിക്കാൻ കഴിയുന്നില്ല, ഇന്നലെ സ്വന്തം വസ്ത്രം മാറ്റിയവന് ഇന്ന് മാറ്റാൻ കഴിയുന്നില്ല, ഇന്നലെ സ്വന്തം തോർത്തിയവന് ഇന്ന് തോർത്താൻ കഴിയുന്നില്ല, ഇന്നലെ വീട്ടിൽ വന്നവനെ സ്വീകരിച്ചവന് ഇന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ല, ഇന്നലെ വന്നവരോട് ധാരാളം സംസാരിച്ചവന് ഇന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല. അല്ലേ സുഹൃത്തുക്കളെ? അങ്ങനെ മനുഷ്യന്റെ ബോഡി തളർന്നു കിടന്നുപോയി, ആത്മാവ് പിരിഞ്ഞുപോയി. ആ ശരീരം പിന്നീട് മറ്റുള്ളവർ ചെയ്തു തരുന്നതല്ലാതെ ശരീരത്തിന് പിന്നെ ഒന്നുമില്ല. ആ ശരീരം എത്ര ചെക്കപ്പ് ചെയ്തിട്ടെന്താണ്, എത്ര ടെസ്റ്റ് ചെയ്തിട്ടെന്താണ്? ഒരു ദിവസം ഈ ഒരവസ്ഥ വരാതിരിക്കൂല. അതുകൊണ്ട് ടെസ്റ്റ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതിനർത്ഥമില്ല. ശരീരത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗികളെ ചികിത്സിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ചികിത്സ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ട്. രോഗം വരാതിരിക്കാൻ വേണ്ടി ഭക്ഷണം കുറക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്യരുത്. അതൊക്കെ നമ്മൾ ബുർദയുടെ തുടക്കത്തിൽ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഓ സുഹൃത്തുക്കളെ, പക്ഷേ ഈ ശരീരം ഏതായിരുന്നാലും ഒരു ദിവസം ശരീരത്തിൽ ആത്മാവ് പിരിഞ്ഞ് ശരീരം വെറും മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന ഒരു ദിവസം വരും. അതുവരെ നമുക്കൊരു പക്ഷേ അഹങ്കാരം തോന്നിയേക്കാം, അസൂയ തോന്നിയേക്കാം, അഹംഭാവം തോന്നിയേക്കാം, ആരടാ പോടാ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതെല്ലാം തളർന്ന് കിടന്നു പോകുന്നൊരു സമയം എല്ലാ മനുഷ്യർക്കും വരാനുണ്ട്.
ആ സമയത്ത് സന്തോഷപൂർവം നമ്മുടെ ആത്മാവിന് സഞ്ചരിക്കാൻ കഴിയണം, ആ ആത്മാവിന് സന്തോഷപൂർവം നീങ്ങാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ആത്മീയമായ പരിശോധന നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എന്റെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഞാൻ എന്റെ ജീവിതത്തിൽ നിസ്കാരം ഖളാക്കിയിട്ടുണ്ടോ? അത് ഖളാ വീട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ റബ്ബിനോട് കരഞ്ഞു പറഞ്ഞ് അത് മാപ്പാക്കിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ കളവ് പറഞ്ഞു പോയിട്ടുണ്ടോ? വാക്ക് ലംഘിച്ചു പോയിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും നിസ്സാരപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും ഇൻസൾട്ട് ആക്കിയിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്റെ നാവ് കൊണ്ട് ആരെങ്കിലും തെറി പറഞ്ഞിട്ടുണ്ടോ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസത്തിൽ ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ. അല്ലാഹു തആല ഒരു സൂറത്ത് തന്നെ അങ്ങോട്ട് ഇറക്കി. ആ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത് ആരെയാണ്? ഇൻസൾട്ടാക്കുന്നവർ, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നവർ, വേറെയുള്ളവരെ കുറ്റം പറയുന്നവർ, വേറെയുള്ളവരെ നിന്ദിക്കുന്നവർ, വേറെയുള്ളവരെ പരിഹസിക്കുന്നവർ, അവർക്കാണ് നാശം, അവർക്കാണ് നാശം. വൈലുൽ ലികുല്ലി ഹുമസ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. സാമ്പത്തികമായ ഭദ്രതയും സാമ്പത്തികമായ ഉയർച്ചയുമാണ് മനുഷ്യനെ പലപ്പോഴും അഹങ്കാരത്തിലെത്തിക്കുക. അതുകൊണ്ട് അല്ലാഹു അത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അല്ലദീ ജമഅ മാലൻ വഅദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. അവന്റെ സാമ്പത്തിക ശേഷി എല്ലാ കാലത്തേക്കും ഇവിടെ അവനെ ജീവിപ്പിക്കുമെന്ന് അവന് തോന്നിപ്പോയോ? എത്ര വലിയ കോടീശ്വരന്മാർ, എത്ര വലിയ രാജാക്കന്മാർ, എത്ര വലിയ വലിയ ക്രൂരന്മാർ വിട പറഞ്ഞു പോയില്ലേ? അതുകൊണ്ട് പാരത്രിക ലോകത്തെക്കുറിച്ചുള്ള ചിന്ത വേണം. ആ പാരത്രിക ലോകത്തേക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചു തന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ജീവിതം എങ്ങനെ? പ്രസംഗിക്കൽ അല്ല, പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കലാണ്. അവിടുന്ന് ചെയ്യുന്നതേ പറയാറുള്ളൂ, അതേ പറയുന്നതേ ചെയ്യാറുള്ളൂ. ജീവിതത്തിൽ ക്ലിയർ ജീവിതമാണ്. നേരത്തെ അദീ ഇബ്നു ഹാത്തിമിന്റെ ചരിത്രം പറഞ്ഞപ്പോ നാം അവിടെ കണ്ടതും അത് തന്നെയാണ്. അവിടുത്തെ ജീവിതം മുഴുക്കി മറ്റുള്ളവർക്ക് മാതൃകയാണ്, എല്ലാ രംഗത്തും മാതൃകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ച നബിയല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ച റസൂലല്ല, വെറും ഖുർആനമത്ത് മാത്രം പഠിപ്പിച്ച നബിയല്ല, വെറും സലാത്തും ദിക്റും പഠിപ്പിച്ച നബിയല്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം മറ്റൊരു മനുഷ്യനും ശല്യം ചെയ്യാതെ, അവൻ ഏത് മതക്കാരനാണെങ്കിലും, ഒരു മതത്തിലും പെടാത്തവനാണെങ്കിലും, ഏത് സംഘടനയിൽപ്പെട്ടവനാണെങ്കിലും, ഏത് വർഗത്തിൽപ്പെട്ടവനാണെങ്കിലും, ഏത് ഭാഷക്കാരനാണെങ്കിലും, ഏത് ദേശക്കാരനാണെങ്കിലും, ഏത് രംഗത്ത് പെട്ടവരാണെങ്കിലും ആർക്കും ശല്യമില്ലാത്ത ഒരു ജീവിതം അത് നയിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിമെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജീവിതം നിങ്ങൾ കണ്ടില്ലേ? നീണ്ട സുന്നത്ത് നിസ്കരിക്കും. അതാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, വലം തോ സുന്നതമൻ അഹ്യല്ലാമയില അനിസ്തഖത് ഖദമാ ഹുദുറ മിൻ വറമീ. ഇരുട്ടുള്ള രാത്രികളിൽ, സന്തോഷത്തിൽ, ഉറക്കിൽ, നിദ്രയിൽ,
ജനങ്ങൾ കഴിഞ്ഞുകൂടുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരും കാണാനല്ല കേൾക്കാനല്ലല്ലോ പ്രവർത്തനം. അവിടുന്ന് എഴുന്നേറ്റ് നീണ്ട സുന്നത്ത് നിസ്കാരമാണ്. നീണ്ട നിസ്കാരം. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചതിനാൽ അവിടുത്തെ കാലിന് നീര് കെട്ടി വീർത്തുപോയി. ജീവിതത്തിലൊരു കളവ് പറഞ്ഞിട്ടില്ല, ജീവിതത്തിലൊരു വാക്ക് ലംഘിച്ചിട്ടില്ല, ജീവിതത്തിലൊരു കുടുംബവുമായും പിണങ്ങിയിട്ടില്ല, ഒരയൽവാസിയുമായും പിണങ്ങിയിട്ടില്ല, ഒരു വ്യക്തിയുമായും തെറ്റിയിട്ടില്ല, ആരെയും ഒരു നിലക്കും ദ്രോഹിച്ചിട്ടില്ല, ആരെയും നിന്ദിച്ചിട്ടില്ല, പരിഹസിച്ചിട്ടില്ല, ആരെയും ശല്യം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, നായയെ പിടിച്ച് നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ കടന്നുവെന്നും പൂച്ചയെ പിടിച്ച് കെട്ടിയിട്ടതിന്റെ പേരിൽ നരകത്തിൽ കടന്നുവെന്നും പഠിപ്പിച്ചുകൊണ്ട് ലോകത്തുള്ള എല്ലാ ജീവികളോടും കാരുണ്യം വേണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. വർഗീയതയുമായി നടക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല. വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് വർഗീയതക്കെതിരെ ശക്തിയായി പോരാടിയ മുഹമ്മദുർ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. നിരപരാധികളെ കൊന്നൊടുക്കുന്ന തീവ്രവാദികൾ, ഭീകരവാദികൾ, അവർക്ക് സ്വർഗം കിട്ടുകയില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഭീകരവാദത്തിനെതിരെ, തീവ്രവാദത്തിനെതിരെ ശക്തിയായി സംസാരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നതാ അന്തസ്സോടെ പണിയെടുക്കാതെ ഇരിക്കുന്ന പതിവല്ല. സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി വികാസെടുത്ത് കിടങ്ങ് കീറാൻ അവിടുന്നും അനുയായികളുടെ കൂടെ രംഗത്തുണ്ട്. അവിടുന്നതാ യാചിക്കാൻ വേണ്ടി വന്ന വ്യക്തിയെ അധ്വാനത്തിലേക്ക് നയിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പുതപ്പും അളവുപാത്രവും കൊണ്ടുവന്ന് ലേലം ചെയ്ത് വിറ്റിട്ട് ആ കാശ് കയ്യിൽ കൊടുത്തിട്ട് അതിന്റെ പകുതി കൊണ്ട് വീട്ടിൽ അരി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞതിന് ശേഷം പകുതി കൊണ്ട് കോടാലി വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുകയും ആ കോടാലിക്ക് ആ നേതാവ് തന്നെ സ്വന്തം കൈകൊണ്ട് മരത്തിന്റെ പിടിചെത്തിയുണ്ടാക്കി അതിനിട്ട് കൊടുത്തിട്ട് തൊഴിലെടുക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ വിഷയത്തിലും സ്വന്തം തന്നെ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിലങ്ങ് കടന്നാൽ ഏറ്റവും സന്തോഷമുള്ള രംഗം റബ്ബുമായുള്ള സംഭാഷണമാണ്. വഖുറത്തു ഐനി ഫിസ്സലാഹ്. ആ നിസ്കാരത്തിൽ കടന്നാൽ നീണ്ട റക്അത്ത്, ഒരൊറ്റ റക്അത്തിൽ നൂറുകണക്കിന് ആയത്തുകൾ, റുകൂയിൽ നൂറുകണക്കിന് തസ്ബീഹുകൾ, സുജൂദിൽ നൂറുകണക്കിന് തസ്ബീഹുകൾ. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നിസ്കരിക്കാൻ നിന്നാൽ ഏതെങ്കിലും ഒരാള്, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രാഷ്ട്രത്തിന്റെ തലവനും ആണല്ലോ. ആരെങ്കിലും ഒരാൾ വന്നു എന്ന് കണ്ടാൽ ഉടനെ നിസ്കാരം വളരെ ഷോർട്ടാക്കി അങ്ങ് തീർക്കും. വളരെ പെട്ടെന്ന് നിസ്കാരം ചുരുക്കി അങ്ങ് തീർക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ സമീപത്ത് പോയിരിക്കും. അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ കേൾക്കും, അതിന്റെ പരിഹാരമുണ്ടാക്കും. അതിനുശേഷം വീണ്ടും സുന്നത്ത് നിസ്കാരത്തിലേക്ക്. കാരണം എന്റെ ജീവിതം കൊണ്ട്, എന്റെ നേതൃത്വം കൊണ്ട്, എന്റെ ഭരണം കൊണ്ട്, എന്റെ കാരണം കൊണ്ട് ഒരാളും പ്രയാസപ്പെട്ടു പോകാൻ പാടില്ല. അവിടെ സുന്നത്ത് നിസ്കാരം ചുരുക്കുകയാണ്. ഏത് പാവപ്പെട്ടവൻ രോഗിയായാലും അവിടുന്ന് ചെന്ന് നോക്കും. സാധു ക്ഷണിച്ചാലും പങ്കെടുക്കും, പണക്കാരൻ ക്ഷണിച്ചാലും പങ്കെടുക്കും, ആര് ക്ഷണിച്ചാലും പോകും. അങ്ങനെ വളരെ വിശാലമായി എല്ലാ വിഷയവും പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു തൊഴിലാളിയും മുതലാളിയെ വഞ്ചിക്കരുത്, ഒരു മുതലാളിയും തൊഴിലാളിയെ വഞ്ചിക്കരുത്. അഅതുൽ അജീറ അജ്റഹു ഖബ്ല അൻ യജിഫ അർഖുഹു. വിയർപ്പ് വറ്റുന്നതിന് മുമ്പ്
തൊഴിലാളിയുടെ വേതനം കൊടുക്കണം. വെറും നിസ്കാരം മാത്രമല്ല നേതാവ് പഠിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ചില ആളുകളെ കണ്ടു. സാധുക്കളാണ്, തൊഴിലാളികളാണ്. വലിയ മുതലാളിമാരുടെ സൂപ്പർ മാർക്കറ്റിൽ, വലിയ മുതലാളിമാരുടെ കഫ്റ്റീരിയയിൽ, ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട തൊഴിലാളികൾ. അവര് സങ്കടം പറയാണ്, ശമ്പളം കിട്ടിയിട്ടില്ല, കുറെ ഈ ശമ്പളം കിട്ടാത്തത്. സുബ്ഹാനല്ലാഹ്, എന്താ കാരണം? മുതലാളി വേറൊരു പുതിയ കട തുറക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് തൽക്കാലം ശമ്പളം തന്നിട്ടില്ല. ഞാൻ എവിടുന്നെങ്കിലും കടം തിരിച്ചിട്ട് വീട്ടിലേക്ക് പണമയക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുകയാണ്. പാടില്ല മുതലാളിമാരെ, കൃത്യമായി കൊടുത്തോളണം പണിയെടുത്തവന്റെ കൂലി. അതേ, വിയർപ്പ് വറ്റുന്നതിന് മുമ്പ് കൊടുക്കണമെന്നാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം. അതേ സമയത്ത് ബിസിനസ് നടത്തുന്ന ചിലർ, അവരുടെ ചെന്നപ്പോ അവരെ സങ്കടം പറയണ്ട. കടയിൽ ജോലി ചെയ്യുന്നവർ കട്ടിട്ട് നിവൃത്തിയില്ല, ചതിച്ചിട്ട് നിവൃത്തിയില്ല. പറ്റൂല കേട്ടോ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. സ്വർഗത്തിലെത്തണോ? വിശ്വാസ്യത പുലർത്തണം, വിശ്വാസ്യത പുലർത്തണം. നമ്മളെ വിശ്വസിച്ച് കടയിലാക്കിയാൽ, വിശ്വസിച്ച് തൊഴിലേൽപ്പിച്ചാൽ, വിശ്വസിച്ചൊരു കാര്യമേൽപ്പിച്ചാൽ വഞ്ചന പാടില്ല. ഉമ്മമാരെ, നമുക്ക് നല്ല വീട് പണിതന്നു ഭർത്താവ്, ടെലിഫോണും വാങ്ങിത്തന്നു, വസ്ത്രവും തന്നു, കട്ടിലും തന്നു, കിടക്കയും തന്നു, ഭക്ഷണവും തന്നു, സൗകര്യങ്ങളെല്ലാം തന്നു. ആ വീട് നമ്മളെ ഏൽപ്പിച്ചു. ആ വീട്ടിൽ ഭർത്താവ് പൊരുത്തപ്പെടാത്ത ഒരാളെയും ചവിട്ടിപ്പോകരുതേ, ചവിട്ടിച്ചു കളയരുതേ. ഭർത്താവ് പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയെയും ഭർത്താവിന്റെയോ നിങ്ങളുടെയോ ഫോണിൽ വിളിച്ചു പോകരുതേ. മമ്മാതത് വസൗജുഹാ അൻഹാ റാദ് ദഖലത്തിൽ ജന്ന. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഭർത്താവിനെ വഞ്ചിക്കല്ലേ. പ്രിയപ്പെട്ട ഭാര്യ മാസങ്ങളോളം, കൊല്ലങ്ങളോളം ഭർത്താവിന് വേണ്ടി ക്ഷമിച്ച് സഹിച്ച് വളരെ പ്രയാസപ്പെട്ട് ജീവിതം നയിക്കുമ്പോ ഭാര്യയെ വഞ്ചിച്ച് ഹറാമിലേക്ക് പോകല്ലേ ചെറുപ്പക്കാരെ. അന്യ സ്ത്രീകളിലേക്ക് നോക്കല്ലേ യുവാക്കളെ. അന്യ സ്ത്രീകളുമായി സംസാരിക്കല്ലേ യുവാക്കളെ. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. കരാറുകളിൽ ലംഘിക്കരുത്. അത് മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള കരാറാണെങ്കിലും, അതേ ആര് തമ്മിലുള്ള കരാറാണെങ്കിലും കരാറ് ലംഘിക്കരുത്. മുസ്ലിമിനോടും അമുസ്ലിമിനോടും കള്ളം പറയരുത്. മുസ്ലിമിനെയും അമുസ്ലിമിനെയും ചതിക്കരുത്. മുസ്ലിമിന്റെതും അമുസ്ലിമിന്റെതും കട്ടെടുക്കരുത്. ആരെയും നിന്ദിക്കരുത്, ആരെയും പരിഹസിക്കരുത്. അതല്ലേ ഇസ്ലാം. എല്ലാവർക്കും ഉപകാരം ചെയ്യുക. അഫ്ളലുന്നാസ് ആരാണ്? മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠനായവൻ ആരാണ്? നബി തങ്ങൾ പറയുന്നു, അൻഫഉഹും ലിന്നാസ്. മനുഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരമുള്ളവനാരോ അവനാണ് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായവൻ. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവർ. പഴയ കാലത്തൊരു കല്യാണ വീട്ടിൽ എത്ര ആത്മാർത്ഥമായിട്ടാണ് ജനങ്ങൾ ഭക്ഷണ വിതരണത്തിന് നിന്നിരുന്നത്, പന്തലിടാൻ നിന്നിരുന്നത്. എത്ര ആത്മാർത്ഥമായിട്ടാണ് മറ്റൊരുത്തന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിരുന്നത്. ഇന്ന് സ്നേഹബന്ധങ്ങളൊക്കെ തകർന്നില്ലേ? പലപ്പോഴും അവന്റെ കല്യാണം ഭംഗിയിൽ നടക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം അവന്റെ കല്യാണം എങ്ങനെയുണ്ട്, അവൻ വിചാരിച്ചതുപോലെ ആകാതെ എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു വേണ്ടാത്തത് ചെയ്യാനെന്ന് ചിന്തിക്കുന്ന ലോകമായി മാറിയില്ലേ? സുഹൃത്തുക്കളെ, മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അൻഫഉഹും ലിന്നാസ്.
ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ, ഒരു രോഗിയെ സന്ദർശിക്കാൻ, രോഗിക്ക് സാന്ത്വനം നൽകാൻ, പാവപ്പെട്ടവനെ സഹായിക്കാൻ, ഇനി മുതലാളിയായതുകൊണ്ടും ശാരീരികമായ സഹായം വേണ്ടേ? അവന്റെ അടുക്കൽ ധാരാളം പണമുണ്ട്, പക്ഷേ അവൻ ആ പണത്തിന്റെ നിയമത്തനുസരിച്ച് പരിചയമുള്ളവരൊക്കെ വിളിച്ചിട്ടൊരു വലിയ കല്യാണ സദ്യ നടത്തുമ്പോ നമ്മൾ പണം കൊണ്ടവനെ സഹായിക്കണ്ട, പക്ഷേ ശരീരം കൊണ്ടവന്റെ വീട്ടിൽ സഹായിച്ചു കൊടുക്കണം. പാവപ്പെട്ടവന്റെ വീട്ടിൽ അവനും കുറെ പരിചയക്കാരുണ്ട്, അവനും വിളിക്കണം പരിചയക്കാരെ നാശയുണ്ട്. ഈ പണക്കാരൻ ഒരു പക്ഷേ ശരീരം കൊണ്ട് അധ്വാനിക്കാൻ ആരോഗ്യമില്ല, അവൻ പാവപ്പെട്ടവനെ സമ്പത്ത് കൊണ്ട് സഹായിക്കണം. എന്നാൽ അവന് ജോലിക്കൊരാളെ നിർത്തിയിട്ട് കാര്യം നടത്താൻ കഴിയില്ലേ? അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത അനുഗ്രഹം മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കണം. പണ്ഡിതന്മാർ അവർക്ക് അല്ലാഹു തആല കൊടുത്തത് അറിവാണ്. ആ അറിവ് ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ജനങ്ങളെ ഐക്യപ്പെടുത്താൻ വേണ്ടി, ജനങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ സൗഹാർദ്ദത്തിലാക്കാൻ വേണ്ടി, ജനങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നവരാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ അവരുടെ ഊർജം ചെലവഴിക്കണം. മുസ്ലിമീങ്ങൾ പരസ്പരം തെറ്റേണ്ടവരല്ല, പരസ്പരം തല്ലേണ്ടവരല്ല, പരസ്പരം കുക്ക് വിളിക്കേണ്ടവരല്ല, പരസ്പരം തെറി പറയേണ്ടവരല്ല, പരസ്പരം അകലേണ്ടവരല്ല, പരസ്പരം മിണ്ടാതിരിക്കേണ്ടവരല്ല, പരസ്പരം ബഹിഷ്കരിക്കേണ്ടവരല്ല. ഈമാനുള്ള മുസ്ലിമീങ്ങൾ ഒരു നേതാവിന്റെ അനുയായികളാണ്. ആ നേതാവ് സ്നേഹം പഠിപ്പിച്ച നേതാവാണ്, സൗഹാർദ്ദം പഠിപ്പിച്ച നേതാവാണ്, സഹനം പഠിപ്പിച്ച നേതാവാണ്, സഹകരണം പഠിപ്പിച്ച നേതാവാണ്, സഹിഷ്ണുത പഠിപ്പിച്ച നേതാവാണ്. അവിടുത്തെ ചുമലിലിട്ട പരുവരുത്ത പുതപ്പ് പിന്നിൽ നിന്ന് വന്നല്ലേ ഒരു മനുഷ്യൻ വളരെ ബലമായി പിടിച്ചു വലിക്കുന്നത്, വലിച്ചിട്ട് പറയുന്നതോ മുഹമ്മദേ നിന്റെ കയ്യിലുള്ളതിൽ നീ എനിക്കും തരണമെന്നാണ്. സുബ്ഹാനല്ലാഹ്, സംഭാവന ചോദിച്ചൊരു കോലം നോക്ക് നിങ്ങള്, സംഭാവന ചോദിച്ചൊരു രൂപം, പരുവരുത്ത ശാല്, കഴുത്തുള്ള ശാല് ബേക്കെന്ന് പിടിച്ച് വലിച്ചിട്ട്. സുബ്ഹാനല്ലാഹ്, നമ്മളൊരാളൊരു സംഭാവന വെക്കണമെങ്കിൽ എത്ര ബഹുമാനിച്ച് പോകണം. ബേക്കെന്ന് വലിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, പടച്ചവൻ തന്നതിൽ എനിക്കും തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സംഭാവന കൊടുത്തില്ലേ? അത് പഠിപ്പിച്ച സഹിഷ്ണുത ലോകത്ത് പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കാണണ്ടേ മറ്റുള്ള സമുദായം, ഇത് കാണണ്ടേ മറ്റുള്ള ജനങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നബിദിന പരിപാടികൾ എത്രയാ, മൗലിദ് പരിപാടികൾ എത്രയാ, അതേ എന്തെല്ലാം പരിപാടികളാ മുസ്ലിമീങ്ങൾ എല്ലാവരും നടത്തുകയാണ്. എല്ലാ പള്ളി കമ്മിറ്റിയും, എല്ലാ മദ്രസ കമ്മിറ്റിയും, എല്ലാ സ്കൂൾ കമ്മിറ്റിയും, എല്ലാ സംഘടനക്കാരും നടത്തുകയാണ്. പക്ഷേ ചോദിക്കട്ടെ, അവിടുത്തെ സ്വഭാവം എവിടെ? അവിടുത്തെ സ്വഭാവം മറ്റ് സമുദായങ്ങൾ നമ്മളിൽ കാണണ്ടേ? അവിടുത്തെ സംബന്ധിച്ച് നമ്മൾ പ്രസംഗിച്ചാൽ മതിയോ? അതാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലിൻ ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസിലൻ ലിദി ഉഖൂമി. മക്കളുണ്ടാവൂല എന്ന് എല്ലാ ഡോക്ടർമാരും വിധി പറഞ്ഞിരിക്കുന്നു. അതേ, അദ്ദേഹത്തിന് കുട്ടിയുണ്ടാകാനുള്ള ശേഷിയില്ല. ആ മനുഷ്യന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന്റെ മകനാണ് കുട്ടി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇതുപോലെ നബിതങ്ങൾ പഠിപ്പിച്ച സ്വഭാവം നമ്മളിൽ തീരെ കാണാനില്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ പ്രസംഗിച്ചാൽ ആളുകൾ അംഗീകരിക്കുമോ? നമ്മളെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പുലർത്താൻ നമുക്ക് കഴിയണം. അവിടുന്ന് ഒരു വിഷയവും വിട്ടേച്ച് പോയിട്ടില്ല. നബിയുനൽ ആമീറുൻ നഹീഫാല അഹദു അബറാഫി ഖൗലില്ല മിൻഹു വലനാമി മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞ്
ഞാൻ അവിടുന്ന് തിരക്കിട്ട് വേറൊരു പരിപാടിക്ക് പോവുകയാണ്. ഒരു ജംഗ്ഷനിലെത്തിയപ്പോ വഴി അറിയില്ല. വഴി ചോദിക്കാൻ ഒരാളെ കണ്ടപ്പോൾ അയാൾ വഴി ചോദിച്ചു. അപ്പൊ അയാൾ ഞാനും വരാന്ന് പറഞ്ഞ അദ്ദേഹം വണ്ടി കയറി. അദ്ദേഹം നേരെ വന്ന് ഒരു ജംഗ്ഷനിൽ ഞങ്ങളെ എത്തിച്ചു തന്നു. എത്തിച്ച് ഇറക്കുന്നതിന് മുമ്പ് അദ്ദേഹം സിറാജുൽ ഹുദയിലേക്ക് ഒരു നേർച്ച തന്നു. അത് തന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, അദ്ദേഹത്തെ അവിചാരിതമായി കണ്ടുമുട്ടിയതാണ്. അദ്ദേഹം പറയാണ് ദുആ ചെയ്യണം. അദ്ദേഹം ആവശ്യപ്പെടുന്നു ദുആ ചെയ്യണം. അദ്ദേഹം പറയുന്നത് എന്താണ്? എന്റെ ബാപ്പയുടെ ഒരു സ്വത്ത്, ആ സ്വത്ത് ഇവിടെയുള്ള ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അദ്ദേഹത്തിൻ്റെതാണെന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തിട്ട് അദ്ദേഹം അനുകൂലമായി വിധി വാങ്ങിയിട്ട് എന്റെ സ്വത്ത് നഷ്ടപ്പെട്ടു, ഞങ്ങളെ സ്വത്ത് നഷ്ടപ്പെട്ടു പോയി. അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അവരുടെ ഹക്കാണെങ്കിൽ അവർക്ക് നീ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ദീനീ പ്രവർത്തകനാണെന്ന് പറഞ്ഞ് പ്രബോധകനാണെന്ന് പറഞ്ഞ് പ്രബോധനവും കൈ പിടിച്ചു പോകുമ്പോഴും ഹക്ക് കയ്യിലാക്കുന്നതിന് മടിയില്ല. പിന്നെ പ്രബോധനം കൊണ്ടെന്താ കാര്യം? ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, മറ്റൊരാളെ ഞാൻ കണ്ടു. അദ്ദേഹം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. ഷൊർണൂരിലിറങ്ങി. സുബഹിന്റെ സമയമാണ്. ഞാൻ അവിടുന്ന് ഷൊർണൂരിലിറങ്ങി. നിസ്കരിച്ചതിന് ശേഷം അതിനപ്പുറത്തെ ഭാഗത്തേക്ക് അത് ആ പ്ലാറ്റ്ഫോം മാറിയിട്ട് വേണം അടുത്ത വണ്ടിയിൽ പോരാൻ. ഞാൻ അവിടുന്ന് അങ്ങനെ നടന്നു പോകുമ്പോ രണ്ടാളപ്പുറത്തുനിന്ന് സുബഹി നിസ്കരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. ഒരാൾ എനിക്ക് പരിചയമുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വന്ന് വണ്ടി കയറി. വണ്ടിയിൽ ഇറങ്ങിയപ്പോ മറ്റൊരാളതാ ഞാൻ നിസ്കരിക്കുന്ന കണ്ട മറ്റൊരാൾ എന്റെ സമീപത്ത് വന്നു. അദ്ദേഹം വന്ന് കുറെ സന്തോഷം പറഞ്ഞു. ഞാൻ സിറാജുൽ ഹുദയിലൊക്കെ വരാറുണ്ട്, മദ്രാസിൽ നിന്ന് വരുന്നതാണ്, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം ഒരു നേർച്ച തന്നു. അദ്ദേഹം നേർച്ച തന്നിട്ട് പറയുന്നത് എന്താണ്? എന്റെ മകൾ എന്റെ വീട്ടിലാണ്. 4 വയസ്സുള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഭർത്താവിന്റെ വീട്ടുകാർ മകളെ കൂടെ അയച്ചു തരുന്നില്ല. കംപ്ലൈന്റ് പറഞ്ഞത് അതാണ്. ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഭർത്താവും ഈ കുട്ടിയും ഈ എന്റെ പെൺകുട്ടിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഭർത്താവിന്റെ ബാപ്പയും ഉമ്മയും വാശി പിടിക്കുന്നു, എന്റെ മകളങ്ങ് കയറാൻ പാടില്ല എന്ന് മാത്രമല്ല 4 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഉമ്മയുടെ കൂടെ അയച്ചു തരുന്നില്ല. ഞങ്ങൾ ഇന്നൊരു മസ്ലഹത്തിന് ഇന്നോ നാളെയോ പോകുന്നുണ്ട്, ഒന്ന് അവരുടെയും ഞങ്ങളുടെയും മനസ്സൊന്നിണങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആ പിതാവ് സങ്കടം പറയാണ്. അല്ലാഹുവേ, ആ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും പരസ്പരം സ്നേഹിച്ചിരിക്കുന്നൊരു ബന്ധം അത് മുറിഞ്ഞു പോകാതെ സന്തോഷമുള്ളൊരു കുടുംബജീവിതം കൊടുക്കണേ റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിങ്ങനെ വാശിക്കാരാകണോ? ബാപ്പയും ഉമ്മയും വാശിക്കാരാകണോ? ഭർത്താവും ഭാര്യയും വാശിക്കാരാകണോ? അയൽവാസികൾ വാശിക്കാരാകണോ? തൊട്ടടുത്തുള്ള വീട്ടുകാരനൊരു കാറ് കൊണ്ടുപോകാൻ ഒരു ചെറിയ മണ്ണിന്റെ മതിലൊന്ന് ചെത്തിക്കുറച്ചു കൊടുത്താൽ അവന്റെ വണ്ടി അതാ ഉരഞ്ഞു പോകാതെ ഉരസിപ്പോകാതെ പോകാൻ കഴിയും. അതൊരൽപ്പം ചെത്തുമ്പോഴേക്ക് നമ്മളെ നെഞ്ഞു ചെത്തലാകുമോ? തല കുത്തലാകുമോ? ആ മണ്ണ് അവിടെ തന്നെ ഉണ്ടാകൂലേ? മണ്ണെവിടെയെങ്കിലും പോകുമോ? പക്ഷെ ആ മണ്ണൊരൽപ്പം ഉപകാരത്തിലാകുമെന്നതല്ലാതെ സ്ഥലം എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അള്ളാന്റെ ഭൂമി എവിടെ തന്നെ ഇല്ലേ? ചോദിക്കട്ടെ, നമുക്കവിടെ ആ സ്ഥലമൊന്ന് വാഹനം പോകാൻ ഒരു ചെറിയ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഒരു വിശാല മനസ്സുണ്ടാക്കിക്കൂടെ? ഈ ചെറുപ്പക്കാരിയും ചെറുപ്പക്കാരനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൽ കുട്ടിയോടുകൂടെ ഒന്നിച്ച് ജീവിക്കാൻ ബാപ്പക്കും ഉമ്മക്കും ഒരൽപ്പം വിട്ടുവീഴ്ച ചെയ്തുകൂടെ? ഒരു പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞ വാക്കിൽ വല്ല അപാകതയും ഉണ്ടാകാം, അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ പറഞ്ഞ വാക്കിൽ അപാകതയുണ്ടാകാം, അല്ലെങ്കിൽ അതാ ആ ഭാര്യ വീട്ടുകാരുടെ വാക്കിൽ അപാകതയുണ്ടാകാം, അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരിൽ അപാകതയുണ്ടാകാം. ചോദിക്കട്ടെ, ഒരപാകതയുമില്ലാതെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഈ പാവപ്പെട്ട എനിക്ക് എന്റെ വാക്കുകളിലോ പ്രവർത്തനത്തിലോ ഒരപാകതയും ഇന്നുവരെ വന്നിട്ടില്ലെന്ന് സത്യം ചെയ്യാൻ കഴിയുമോ? നിങ്ങൾക്ക് സത്യം ചെയ്യാൻ കഴിയുമോ? എനിക്ക് ചിന്തിച്ചുകൂടെ? എന്റെ വാക്കിൽ ചിലപ്പോൾ അപാകതയുണ്ടാകാം, എന്റെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടാകാം, എന്റെ സ്വഭാവത്തിൽ അപാകതയുണ്ടാകാം. എന്നോട് പലപ്പോഴും എനിക്ക് വെറുപ്പ് വേണ്ടാത്ത സ്ഥലത്ത് വെറുപ്പ് പിടിച്ചിരിക്കാം, സന്തോഷിക്കേണ്ടാത്ത സമയത്ത് സന്തോഷിച്ചിരിക്കാം. ഞാനൊരു ദൗർബല്യമുള്ള മനുഷ്യനല്ലേ? ആർക്കും ദൗർബല്യം സംഭവിച്ചുകൂടെ? അത് മനസ്സിലാക്കി ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി ക്ഷമിച്ചുകൂടെ?
ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് ക്ഷമിച്ചുകൂടെ? അതാ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് ക്ഷമിച്ചുകൂടെ? അതേ പരസ്പരം കുടുംബങ്ങൾക്കിടയിൽ ക്ഷമിച്ചുകൂടെ? എന്തിനു വേണ്ടി കുടുംബങ്ങൾ തമ്മിലകരണം? എന്തിന് അയൽവാസികൾ തമ്മിലകരണം? എന്തിന് നാട്ടുകാർ തമ്മിലകരണം? എന്തിന് മോമിനികൾ തമ്മിലകരണം? എന്തിന് മതക്കാരും മറ്റു മതക്കാരും തമ്മിലകരണം? എന്തിന് മനുഷ്യർ പരസ്പരം കലഹിക്കണം? മനുഷ്യന്റെ മനസ്സൊന്ന് നന്നാക്കിക്കൂടെ? ഹബീബിന്റെ ഉപദേശം കേട്ടില്ലേ? റഹിമല്ലാഹു റജുലൻ സംഹൻ, വിശാല മനസ്ഥിതിയുള്ള മനുഷ്യന് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. നബിതങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശാല മനസ്ഥിതിയുള്ളവർക്കാണ്. ഇദാ ബഅ അബിസ്തറ അബിത്തളാ, വിൽക്കുന്ന സമയത്ത് വിശാല മനസ്ഥിതി, വാങ്ങുന്ന സമയത്ത് വിശാല മനസ്ഥിതി, അവകാശം ചോദിക്കുമ്പോൾ വിശാല മനസ്ഥിതി, എവിടെയും വിശാല മനസ്ഥിതി. അങ്ങനെയുള്ള മനുഷ്യന് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. ആർക്കും ശല്യം ചെയ്യാൻ, എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു ജീവിതം അല്ലാഹു തആല അങ്ങനെ ജീവിക്കാൻ സാധുക്കളായ നമുക്ക് ബാക്കിയുള്ള ജീവിതത്തിലെങ്കിലും ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു 10 സെന്റ് ഭൂമി, മക്കളെ ഓടോ, ഒരു 10 സെന്റ് ഭൂമി, ആ 10 സെന്റ് ഭൂമി 5 സെന്റ് എന്റേതും 5 സെന്റ് എന്റെ സുഹൃത്ത് റാഷിദ് ബുഖാരിയുടെ. ഒരു ഉദാഹരണം പറയാം. ഞങ്ങൾ രണ്ടാളും കൂടി ഒരു 10 സെന്റ് ഭൂമി, അങ്ങനെ വാങ്ങിയിട്ടൊന്നും ഇല്ലട്ടോ, ഒരു 10 സെന്റ് ഭൂമി. എന്നാൽ എന്റെ 5 സെന്റ് ഭൂമി എനിക്ക് വിൽക്കേണ്ടി വന്നു. എന്നാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നീ അതങ്ങനെ വിൽക്കാൻ പറ്റൂല. അതെന്ത് വേണം? റാഷിദ് ബുഖാരിനോട് ചോദിക്കണം, നിങ്ങൾ എടുക്കുമെന്ന് ചോദിക്കണം. ഇസ്ലാമിന്റെ നിയമം പറയുന്നത് കച്ചവടക്കാർ പഠിക്കണം. ചിലരില്ലേ വേഗം പോയിട്ട് കൂടുതൽ വിൽക്കിങ് എടുത്തിട്ട് എനിക്ക് മറച്ചു വെക്കാന്ന് വിചാരിക്കില്ലേ? ഇസ്ലാമിനത് പറ്റൂല, അങ്ങനെ മറച്ചു വെക്കല് പറ്റൂല. മറിച്ച് ആ എന്റെയും അതുപോലെ എന്റെ സുഹൃത്തിന്റെയും, അല്ലെങ്കിൽ എന്റെ എതിരാളിയായാലും തർക്കമില്ല, അനുകൂലിയായാലും തർക്കമില്ല. കാരണം ഇന്നത്തെ അനുകൂലി നാളെ ചിലപ്പോൾ പ്രതികൂലിയാവും, ഇന്നത്തെ പ്രതികൂലി നാളെ അനുകൂലിയാവും. ചിലരുടെ ധാരണ മരിക്കുന്നവരെ എതിരാളി തന്നെയാണ്, ചിലരുടെ ധാരണ മരിക്കുന്നവരെ അനുകൂലി തന്നെയാണ്. അങ്ങനൊന്നും ധാരണ വേണ്ട. ഇന്നത്തെ അനുകൂലിയപ്പോ നാളെ പ്രതികൂലിയാവും, നാളത്തെ പ്രതികൂലി ഇന്ന് അനുകൂലിയാവും. അതുകൊണ്ടാണ് അതീവ രഹസ്യങ്ങളൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. കാരണം നാളെ എന്താകുക എന്നറിയില്ല. അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യന്റെ കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മറിയുന്നത് എന്നതിന്റെ അർത്ഥം. കലബ തന്നെ മറിച്ചു, കൽബ് തന്നെ മറിയുന്നത്. മനുഷ്യന്റെ മനസ്സിങ്ങനെ മറിഞ്ഞുകൊണ്ടേയിരിക്കും. ആ മനസ്സിനെ കൃത്യമായ റൂട്ടിൽ അല്ലാഹു തആല നടത്തി തന്നാൽ അൽഹംദുലില്ലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആഅതിക. ഹൃദയങ്ങളെ മറിക്കുന്ന അല്ലാഹ്, എന്റെ ഹൃദയത്തെ നീ നിന്റെ ആശയത്തിന്റെ ദീനിന്റെ മേൽ, തഖ്വയുടെ മേൽ നീ നേരെയാക്കി നടത്തണേ അല്ലാഹ്. മനസ്സിങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇരിക്കട്ടെ, എതിരാളിയോ അനുകൂലിയോ എന്ന പ്രശ്നമല്ല. ഒന്നിച്ച് ഉള്ള ഒരു ഭൂമി, അതിലെ എന്റെ 5 സെന്റ് ഞാൻ വിൽക്കുമ്പോ എന്റെ ഷെയറുകാരനോട് പറയണം, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു കച്ചവടം, അല്ലെങ്കിൽ ഒന്നിച്ചുള്ള ഒരു സ്ഥാപനം, അത് വിൽക്കുമ്പോ മറ്റവനോട് പറയണം, ഞാനിത് വിൽക്കുകയാണ്, നിങ്ങൾ എടുക്കോ? അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ വില പറയും, വലിയ വില പറഞ്ഞു. അപ്പൊ എടുക്കാനാവില്ല. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങളൊന്ന് വില പറയിക്കും, മറ്റുള്ളവർ കൊണ്ടൊന്ന് വില പറയിക്കും, മറ്റുള്ളവർ കൊണ്ട് വില പറയിച്ചിട്ട് അതിന്റെ ഏകദേശം ടോപ്പ് വിലയായി. ടോപ്പ് വിലയായാലും വിൽക്കാൻ പറ്റൂല. അയാളോട് ചോദിക്കണം, ഇത്ര വില പറയുന്നുണ്ട്, ഞാൻ പുറത്തു കൊടുത്തോട്ടെ? എന്റെ അയാൾ കൊടുത്തോന്ന് പറഞ്ഞാലേ വിൽക്കാൻ പറ്റുള്ളൂ എന്നാ ഇസ്ലാമിന്റെ നിയമം. അത് ഒന്നിച്ചുള്ള ഭൂമി, ഒന്നിച്ചുള്ള ബിൽഡിങ്, ഒന്നിച്ചുള്ള കച്ചവടം, അതിന്റെ ഒരു നിയമം. ഇനി മറ്റൊന്ന് ഞാൻ പറയട്ടെ. ഒരു ഭൂമി അല്ലെങ്കിൽ ഒരു കെട്ടിടം, ഒരു വീട്, ആ കെട്ടിടത്തിലേക്കുള്ള വഴിയൊന്നാണ്, അല്ലെ ആ വീട്ടിലേക്കുള്ള വഴിയൊന്നാണ്, രണ്ടാൾക്കും കൂടി ഒരു വഴിയാണ്. ആ വീടാണ് വിൽക്കുന്നത്, അവന്റേത് വേറെ തന്നെ കോമ്പൗണ്ടൊക്കെ ഉണ്ട്, കോമ്പൗണ്ട് വാളുണ്ട്. പക്ഷേ വഴി രണ്ടാളതും ഒന്നാണെങ്കിൽ ആ വീട് വിൽക്കുകയാണെങ്കിലും ഇവനോട് ചോദിക്കണം, ഇവൻ എടുക്കുന്നില്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റൂ. ഇനി ഒന്നും കൂടി പറയട്ടെ, ഇനി പുറത്തൊരാൾക്ക് വിറ്റാൽ, അതേ എന്റെ 5 സെന്റ് ഞാൻ 10 ലക്ഷത്തിന് വിറ്റു, എന്നാൽ ഇസ്ലാം വെച്ചിട്ടുള്ളൊരു നിയമം എന്താണെന്നറിയോ? എന്റെ കൂട്ടുകാരന്
ആ കച്ചവടം ദുർബലപ്പെടുത്താം. ആ 10 ലക്ഷം എനിക്ക് തന്ന് സ്ഥലം അദ്ദേഹത്തിന് കൈവശപ്പെടുത്താം. ഇസ്ലാമിന്റെ കോടതിയും ഇസ്ലാമിന്റെ ജഡ്ജിയുമാണെങ്കിൽ അത് അദ്ദേഹത്തിന് കോടതി വിധിക്കണം. 10 ലക്ഷം അയാളോട് വാങ്ങിയിട്ട് എനിക്ക് തന്നവന് തിരിച്ചു കൊടുത്തേക്കണം, സ്ഥലം അയാൾക്ക് കൊടുത്തേക്കണം. ഒരാളെയും ശല്യം ചെയ്യാനുള്ള ഒരു വകുപ്പും ഇസ്ലാമിലില്ല. അവന്റെ ഭൂമി എടുത്തിട്ട് അവന് ഞാൻ പാഠം പഠിപ്പിക്കാന്ന് വിചാരിക്കുന്ന ചില ഹുങ്കുകളില്ലേ, ഇസ്ലാമിൽ അതിന് വകുപ്പ് തന്നെയില്ല. ഇനി തൊട്ടടുത്ത വീട്ടുകാരനാണെങ്കിൽ തന്നെ കോമ്പൗണ്ട് വേറെ, വഴി വേറെ, തൊട്ടടുത്ത വീട്ടുകാരനാണ്. എന്നാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മംബഅ മിൻകും ദാറൻ ഔ അഖാറൻ, ആരെങ്കിലും ഒരു വീട് വിൽക്കുകയാണെങ്കിൽ, ഔ അഖാറൻ അല്ലെങ്കിൽ ഒരു പറമ്പ് വിൽക്കുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും വിൽക്കുകയാണെങ്കിൽ, വിൽക്കുന്നതത്ര നല്ല പരിപാടിയല്ല, ആവശ്യത്തിന് വിൽക്കാം. പക്ഷേ വിറ്റാൽ ഉടനെ അതുപോലെ മറ്റൊരു ഭൂമി വാങ്ങാൻ നോക്കണം, അതുപോലെ മറ്റൊരു ബിൽഡിംഗ് വാങ്ങാൻ നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മംബഅ മിൻകും ദാറൻ, നിങ്ങളിൽ വല്ലവരും വല്ല വീടും വിറ്റാൽ, ഔ അഖാറൻ അല്ലെങ്കിൽ പറമ്പ് വിറ്റാൽ, ഖാമിനുൻ അല്ലാ യുബാറക ലഹു, ആ വിറ്റ് കിട്ടുന്ന കാശങ്ങ് തൊലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഖാമിനുൻ അല്ലാ യുബാറക ലഹു, അദ്ദേഹത്തിന് ബറക്കത്ത് കിട്ടാതിരിക്കാൻ കാരണമാ അത് ബന്ധപ്പെട്ടതാണ്, അർഹതപ്പെട്ടതാണ്. പറമ്പ് വിറ്റാൽ കാശ് ചിലപ്പോൾ തൊലഞ്ഞു പോകും, വീട് വിറ്റാൽ കാശ് ചിലപ്പോൾ തൊലഞ്ഞു പോകും, ആ സംഖ്യയിൽ ബറക്കത്തില്ലാതെ ആയി പോകും. ഇല്ലാ യജഅലഹു ഫീ മിസ്ലിഹി, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പറമ്പോ അതുപോലത്തെ ഒരു ബിൽഡിങ്ങോ അതുപോലത്തെ ഒരു സ്വത്തോ വാങ്ങിയിട്ടേക്കണം. ഇല്ലെങ്കിൽ സ്വത്ത് തൊലഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ബറക്കത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും നിസ്കാരം മാത്രം പഠിപ്പിച്ച നേതാവല്ല, വെറും നോമ്പ് മാത്രം പഠിപ്പിച്ച നേതാവല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച നേതാവാണ്. ആ നബി തങ്ങൾ തന്നെ പറയാണ്, അതേ അൽ ജാറു അഹഖു ബിശഫഅതിഹി ബിശഫഅതിഹി, കൂട്ടുകാരൻ വിൽക്കുമ്പോൾ അവന്റെ ഓഹരി സ്വന്തത്തിൽ തന്നെ പണം കൊടുത്ത് കൈവശപ്പെടുത്താൻ അധികാരം, ആ അധികാരത്തിന്റെ പേരാണ് ശുഫഅത്ത്. അങ്ങനെ ശുഫഅത്ത് കൊണ്ട് പിടിക്കാൻ അർഹതപ്പെട്ടവനാണ് അയൽവാസി. അതുകൊണ്ട് തന്നെ യുന്തളറു ലഹാ വൈൻകാന ഗായിബൻ, അവൻ നാട്ടിലില്ലെങ്കിൽ പോലും അവൻ നാട്ടിലേക്ക് വരുന്നത് വരെ നിന്റെ സ്വത്ത് വിൽക്കാതെ അയൽവാസിക്ക് വേണ്ടി നീ കാത്തിരിക്കണം. ഇദാകാന തരീഖുഹുമാ വാഹിദ, രണ്ടാൾക്കും പോകാനുള്ള റൂട്ട് ഒന്നാണെങ്കിൽ, രണ്ടാൾക്കും പോകാനുള്ള വഴി ഒന്നാണെങ്കിൽ, ആ അയൽവാസി വന്ന് ചോദിച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞാലേ പുറത്ത് വിൽക്കാവൂ. അത്രയും വലിയ കടപ്പാട് അയൽവാസികൾക്കിടയിലുണ്ട്. ഇനി അതേ നബി തങ്ങൾ തന്നെ പറയുന്നു, വല്ലവർക്കും ഒരു കൃഷിസ്ഥലമുണ്ടെങ്കിൽ അത് തരിശാക്കി ഇടാൻ പാടില്ല. മൻകാനലഹു അർളുൻ, വല്ലവർക്കും ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമിയിൽ അവൻ കൃഷി ഇറക്കട്ടെ, വെറുതെ തരിശാക്കിയിടാൻ പാടില്ല. അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നവന് അവൻ സൗജന്യമായി വിട്ടുകൊടുക്കട്ടെ, എന്നിട്ട് മറ്റുള്ളവർ കൃഷി ചെയ്യട്ടെ. അത് രണ്ടുമില്ലാതെ ഫൈൻ അബാ, വല്ലവരും അതാ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാനുമില്ല, അവൻ കൃഷി ചെയ്യാനുമില്ല, അങ്ങനെ അവൻ അതിന് രണ്ടും തയ്യാറില്ലെങ്കിൽ ഫല്യുംസിക് അർളഹു, അവന്റെ ഭൂമിയും പിടിച്ച് അവനവിടെ നിന്നോട്ടെ. ഈ ഭൂമി കൊണ്ടെന്താ കാര്യം? ഈ ഭൂമി കൊണ്ടെന്താ കാര്യം? അതെ, അവൻ സ്വന്തം കൃഷി ചെയ്യുന്നില്ല, മറ്റൊരാൾക്ക് കൃഷി ചെയ്യാൻ വിട്ടുകൊടുക്കുന്നുമില്ല. പിന്നെ ഇതുകൊണ്ടെന്താ കാര്യം? ഞാൻ അതവൻ പിടിച്ചവിടെ നിന്നോട്ടെ. സുഹൃത്തുക്കളെ, നബിതങ്ങൾ പറഞ്ഞ ശൈലി അതാണ്. അപ്പൊ നമ്മൾ ഏത് വിഷയം ഉപകാരത്തിലാക്കണം, എന്നാൽ ഏറ്റവും ഉപകാരത്തിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ ആയുസ്സാണ്. നമ്മുടെ ആയുസ്സാണ്.
കാരണം ഭൂമി ഇന്ന് കൃഷി ചെയ്തില്ലെങ്കിൽ നാളെ കൃഷി ചെയ്യാൻ കഴിയും, ഇന്ന് താമസിച്ചില്ലെങ്കിൽ നാളെ വീട്ടിൽ താമസിക്കാൻ കഴിയും, ഇന്ന് കച്ചവടം ചെയ്തില്ലെങ്കിൽ നാളെ പീടികയിൽ കച്ചവടം ചെയ്യാൻ കഴിയും. അതേ സമയത്ത് ചോദിക്കട്ടെ, എന്റെ ആയുസ് ഞാനിപ്പോൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ പിന്നെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? നിങ്ങളെ ആയുസ് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? അത് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ് നമ്മൾ നന്നായി ഉപയോഗപ്പെടുത്തണം. എന്തിനുപയോഗപ്പെടുത്തണം? നമുക്ക് ജീവിക്കാനുള്ള പാരത്രിക ലോകത്തിന് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ഉപയോഗിക്കണം. ദുഷ്കർമ്മങ്ങൾ ചെയ്യാതെ ജീവിക്കണം. നല്ലത് മാത്രം പറയണം, നല്ലത് മാത്രം ചിന്തിക്കണം, നല്ലവരെ ജീവിക്കണം, നല്ലത് മാത്രം ലോകത്തിന് വിതരണം ചെയ്യണം. അങ്ങനെ നല്ലവരായി ജീവിച്ച് നമ്മുടെ ആയുസ് നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അവിടെയാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് എത്രയാണ് പ്രയാസപ്പെട്ടത്. ആ പ്രയാസപ്പെട്ടുകൊണ്ട് നമുക്ക് ഈമാനിന്റെ വെളിച്ചമെത്തിക്കുകയാണ്, നമുക്ക് ഇസ്ലാമിന്റെ ആശയം എത്തിക്കുകയാണ്. നമ്മുടെ ഉമ്മവാപ്പമാർക്കും നമുക്കും ആ വെളിച്ചം ലഭിച്ചത് അവിടുന്ന് കഷ്ടപ്പെട്ടിട്ടല്ലേ? കാരണം അവിടുന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു വേണ്ടാത്തതും പറഞ്ഞിട്ടില്ല. പക്ഷേ ഏത് നല്ലത് ചെയ്യുന്നവർക്കും എതിരാളികൾ ഉണ്ടാകും, ഏത് നല്ലത് ചെയ്യുന്നവർക്കും എതിർപ്പുണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ എതിർത്തുകൊണ്ട് വിഷമിപ്പിച്ചപ്പോൾ അവിടുന്ന് ജീവിക്കുന്ന നാട്ടിലേക്ക് ശത്രുക്കൾ കടന്നു വരാതിരിക്കാൻ അനുയായികളെ കൂട്ടിയിട്ട് കിടങ്ങ് കീറേണ്ടി വന്നു. ആ കിടങ്ങ് കീറുന്ന സമയത്ത് സഹാബത്ത് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? അതാണ് ഇമാം ബൂസിരി അടുത്ത വരിയിൽ പറഞ്ഞത്, വസദ്ദാമിൻ സവാബിൻ അഹ്സാഅഹു വതവാ തഹ്തൽ ഹിജാറതി കശ്ഹം മുത്റഫൽ ആദമി. അവിടുത്തെ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിയിട്ട് അവിടുന്ന് പ്രയാസപ്പെടുകയാണ്, പട്ടിണി കിടന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. നമുക്കല്ല വിശപ്പ് തന്നിട്ടില്ല, പ്രയാസം തന്നിട്ടില്ല, ബുദ്ധിമുട്ട് തന്നിട്ടില്ല. നമ്മൾ ആരോഗ്യത്തോടെ സന്തോഷകരമായി ജീവിക്കുകയാണ്. നമ്മളും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം, അതിനു വേണ്ടി സഹകരിക്കണം, അതിനു വേണ്ടി സഹായിക്കണം, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകരാകണം. അല്ലാഹു ജല്ല ജലാലുഹു നമുക്കും അതിന് ഭാഗ്യം നൽകട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം, ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അർഹമുർ റഹീമീനായ റബ്ബ് നമ്മുടെ മജ്ലിസ് ദുആ കിതാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യട്ടെ. അതേ ആമീൻ. തദക്കൂരി ജീറാനിം ബിസ്സലാമി ما زجت دمعا جرى من مقلة بدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഞാൻ ബുറുദ ബൈത്തിന്റെ പ്രസംഗം അത് നമുക്ക് ഒരുപാട് ദിവസം സംസാരിക്കേണ്ടി വരും. ചുരുങ്ങിയതൊരു 10-20 ദിവസമില്ലാതെ അത് തീരൂലല്ലോ സുഹൃത്തുക്കളെ. ആ ബുറുദ ബൈത്തിന്റെ ആരംഭം കുറിക്കുമ്പോ വടകരയിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഇവിടെയുള്ള പലർക്കും വടകര വരാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ബുറുദ ബൈത്തിനെ സംബന്ധിച്ച് ചുരുക്കി ഒന്ന് മനസ്സിലാക്കാൻ ഒരു 2 മിനിറ്റ് ഞാൻ പറയട്ടെ. മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി ഖബർതു തവാഇഫൽ മുസ്തൗദഫീന ഫലം അജിദ് റജുലൻ ആമീന. ഞാൻ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ ഉദ്യോഗസ്ഥനായി കുറെ കാലം ജീവിച്ചു. പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാരിൽ പലരെയും എനിക്ക് വിശ്വസ്തരായി കണ്ടില്ല. അങ്ങനെ ഞാൻ ഉദ്യോഗം രാജിവെച്ചിറങ്ങി. ഉദ്യോഗസ്ഥന്മാരിൽ നല്ല നീതിബോധമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. അപ്പൊ മഹാനായ ഇമാം ബൂസിരി തങ്ങൾ ഉദ്യോഗസ്ഥനാണ്. പക്ഷേ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അവർ
ചതിക്കുന്നത് കണ്ടപ്പോ അതിൽ താല്പര്യം തോന്നിയില്ല, ഉദ്യോഗം രാജിവെച്ചിറങ്ങി. ആ ഇറങ്ങിയ ഇമാം ബൂസരി പോകുന്ന സമയത്ത് ഒരു നല്ല ആത്മീയതയുള്ള പണ്ഡിതനെ കണ്ടുമുട്ടി. ആ പണ്ഡിതൻ ചോദിച്ച ചോദ്യമായിരുന്നു, നിങ്ങൾ ഇന്നലെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടിരുന്നു? കണ്ടിട്ടില്ല, അതുകൊണ്ട് എന്നെ കണ്ടു എന്ന് കള്ളം പറഞ്ഞിട്ടുമില്ല. കളവ് പറഞ്ഞാൽ ഒരാൾക്കും മഹാനാകാൻ കഴിയൂല. കളവ് പറയുന്നവരാണ് ഇന്നത്തെ ഏകദേശ വ്യാജ തരീഖത്തുകാരും. പറയുന്ന കളവിന് കണക്കില്ല. അള്ളാഹു അവരെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാക്കട്ടെ. സുഹൃത്തുക്കളെ, ചൂഷണമാണ് അവരെ ലക്ഷ്യം. അതിനുവേണ്ടി അവർ പല കോപ്പിനാട്ടികളും അത്ഭുതങ്ങളും കാണിക്കും. ഞാൻ അതിനെ സംബന്ധിച്ചൊക്കെ പാറക്കടവിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഞാനതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. സുഹൃത്തുക്കളെ, മഹാനായ ഇമാം ബൂസരി കളവൊന്നും പറഞ്ഞില്ല. പക്ഷേ ആത്മീയതയുള്ള പണ്ഡിതന്മാരെ സദസ്സിൽ പങ്കെടുത്താൽ നമുക്കും ആത്മീയത വർദ്ധിക്കും. അത് സ്വാഭാവികമാണ്. നമുക്കും നല്ല ചിന്തകൾ വരും. ഒരു പക്ഷേ അത് കൂടുതൽ ദിവസം നിലനിന്നോളണമെന്നില്ല. അത് സ്വാഭാവികമാണ്. അങ്ങനെ മഹാനായ ഇമാം ബൂസരി തങ്ങൾ, ആ ആത്മീയതയുള്ള പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ചോദ്യം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന ഉത്കടമായ ആഗ്രഹം തോന്നി. അങ്ങനെ കാണാനുള്ള വല്ലാത്ത ആശ, ആ അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടെ പോയി കിടന്നുറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ കണ്ടു. ബുറുദയിലുണ്ടൊരു വരി. നമ്മുടെ കല്യാണ വീടുകളിൽ ബുറുദ ചൊല്ലാറില്ലേ? മൗലിദ് സദസ്സുകളിൽ ബുറുദ ചൊല്ലാറില്ലേ? ബുറുദ എന്ന് പറയുന്നത് വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്, രോഗശമനമാണ്, എവിടെയും വലിയ ബറക്കത്തുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇമാം ബൂസരി തങ്ങൾ നഅം സറാതൈഫുമൻ അഹ്വാ ഫഅർഖനി വൽഹുബ്ബു യതരീദു ലദ്ദാതി ബിൽ ആലമീൻ എന്നൊരു വരി ചൊല്ലിയിട്ടുണ്ട്. ആ വരി ചൊല്ലി ചൊല്ലി ഉറക്കം വന്നാൽ നബിതങ്ങളെ സ്വപ്നം കാണാൻ കഴിയുമെന്ന് അല്ലാമ ബാജൂരി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇരിക്കട്ടെ, അന്നത്തെ രാത്രിയിൽ ഇമാം ബൂസരി തങ്ങൾ സ്വപ്നത്തിൽ നബിതങ്ങളെ കണ്ടു. ജീവിതത്തിൽ തന്നെ മാറ്റം വന്നുപോയി. അതുവരെ മനസ്സിന് പിടിക്കാത്തവരെ ആക്ഷേപിച്ച് പാട്ടുപാടുന്ന പതിവുണ്ട്. അത്തരം പതിവൊക്കെ അങ്ങ് ഒഴിവാക്കി നബിതങ്ങളുമായി അടുത്താൽ അങ്ങനെയാ. പിന്നെ ആക്ഷേപങ്ങളില്ല, കുറ്റം പറച്ചിലില്ല, ചീത്ത പറയലില്ല, തെറി പറയലില്ല. നല്ലത് പറയും, നല്ലവരെ സദസ്സിൽ പങ്കെടുക്കും. നാളെ ഇവിടെ മഹാനായ ബായാറുതങ്ങൾ വരുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് അദ്ദേഹം നടത്തുന്ന സലാത്ത് മജ്ലിസിൽ ബായാറിൽ പങ്കെടുക്കാറുള്ളത്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ എന്നോട് ഒരാൾ പറഞ്ഞു, വീട്ടിൽ ചെന്നോക്കും ആശുപത്രിയെക്കാളും ജോറാണ്, പല രോഗികളും ഇങ്ങനെ വരികയാണെന്ന് ഈ അടുത്തൊരാൾ പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിനും ഖൈർ വർദ്ധിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത്, അതാ ബഹുമാനപ്പെട്ട ഇമാം ബൂസരി തങ്ങൾ അവിടുന്ന് അതാ ഇറങ്ങി പിന്നീട് നബിതങ്ങളെ മദ്ഹ് കൊണ്ട് തന്നെ കാവ്യങ്ങൾ രചിക്കാൻ തുടങ്ങി. മുദരിയ രചിച്ചു, ഹംസിയ രചിച്ചു, ഒരുപാട് പദ്യങ്ങൾ രചിച്ചു. അതെല്ലാം രചിച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് അവിടുത്തേക്കൊരു രോഗം, വാതരോഗം പിടിപെട്ടുപോയത്. ഒരു ഭാഗം തളർന്നുപോയി, നടന്നുകൂടാ, പൊയ്ക്കൂടാ, വീട്ടിൽ കിടപ്പായി പോയി. രോഗം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. എന്റെ കൈ ഒരു 6 മാസം മുമ്പ് കഴിഞ്ഞ റമദാനിൽ എനിക്ക് കൈ തന്നു. പലരും ദുബായിലും ഷാർജയിലും അബൂദാബിയിലും ഒരാൾക്കും കൈ കൊടുത്തില്ല. കയ്യിൽ നിന്ന് വേദനയായിരുന്നു, കൈ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ഞാൻ വിദേശത്ത് പോയി എല്ലാവർക്കും കൈ കൊടുത്തിട്ടുണ്ട്. ബുറുദ ബൈത്ത് ഞാൻ സംസാരിക്കുന്നതിന്റെ പിന്നിൽ എന്റെ കയ്യിന്റെ രോഗം മാറലും എന്റെ ലക്ഷ്യമാണ്, മറ്റുള്ളവരുടെ രോഗം മാറലും ലക്ഷ്യമാണ്. പടച്ച റബ്ബ് എല്ലാവരുടെ രോഗങ്ങളും സുഖപ്പെടുത്തി തരട്ടെ. മഹാനായ ഇമാം ബൂസരി തങ്ങൾ ഒരു ഭാഗം തളർന്ന് വീട്ടിൽ കിടക്കുകയാണ്. ഇമാം ബൂസരി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മദ്ഹ് രോഗം മാറാൻ ഉദ്ദേശിച്ചുകൊണ്ടങ്ങ് ചൊല്ലി. അങ്ങനെ ചൊല്ലിയ പദ്യമാണ് അമിൻ തദക്കുരി ജിറാനിം ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലതിം ബിദമി എന്ന് തുടങ്ങുന്ന ബുർദ ബൈത്ത്. അതിലെ ഹബീബായ നബി തങ്ങളുടെ നാട് മദീനയും മദീനയുടെ പരിസരങ്ങളുള്ള വസ്തുക്കളും ഓർത്തിട്ട് കരച്ചല് വരുന്നു എന്നാണ് ഇമാം ബൂസരി തങ്ങൾ പറയുന്നത്. കാരണം മദീനക്ക് വലിയ ബർക്കത്താണ്. മക്കയിൽ പോയിട്ട് മദീനത്ത് പോകാതെ വരുന്ന പുത്തൻവാദികളുണ്ട്. പടച്ച റബ്ബ് അവർക്ക് ബുദ്ധി നൽകുമാറാകട്ടെ. മക്കയും മദീനയുമായിട്ട് കൂടുതൽ ബർക്കത്ത് എവിടെയാ? മക്കയിലാണോ കൂടുതൽ ബർക്കത്ത്? മദീനയിലാണോ കൂടുതൽ ബർക്കത്ത്? ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസിൽ നമുക്ക് കാണാം നബി തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ ജഅൽ ബിൽ മദീനതി ഫൈമാ ജഅൽതഹു ബിമക്കത ഫൈമാ ജഅൽതഹു ബിമക്കത മിനൽ ബറകാ. മക്കയിൽ നീ കൊടുത്ത ബർക്കത്ത് എത്രയാണോ അതിന്റെ ഡബിൾ നീ മദീനയിൽ കൊടുക്കണേ അല്ലാഹ്. മക്ക ശരീഫിലുള്ള ബർക്കത്തിന്റെ ഇരട്ടിയാണ് മദീനയില്. ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണത്. അതൊരു മുസ്ലിമിന് നിഷേധിക്കാൻ കഴിയോ? സുഹൃത്തുക്കളെ, നബി തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ ഹബ്ബിബി ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അസദ്ദ വസഹിഹാ. മക്കയെ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കിയതുപോലെ മദീനയെ ഞങ്ങൾക്ക് പ്രിയങ്കരമാക്കണേ അല്ലാഹ്. ഔ അസദ്ദ, മക്കയോടുള്ള സ്നേഹത്തെക്കാൾ കൂടുതൽ മദീനയോട് സ്നേഹമാക്കണേ അല്ലാഹ്. വസഹിഹാ, ആ മദീന ആരോഗ്യപൂർണമാക്കണേ അല്ലാഹ്. ബുഖാരിയിലും മുസ്ലിമിലുള്ള ഹദീസാണ്. ആ മദീനയുടെ ബർക്കത്തുണ്ടോ പറഞ്ഞാൽ തീരുന്നു. അതിലേക്ക് വിരൽ ചൂണ്ടിയാണ് ഇമാം ബൂസരിയുടെ പദ്യത്തിന്റെ തുടക്കം. ഇരിക്കട്ടെ, അതൊക്കെ ഇൻഷാ അല്ലാഹ് ബുറുദയുടെ CD ഇറങ്ങുമ്പോൾ വാങ്ങിക്കേട്ടോളൂ. സുഹൃത്തുക്കളെ, ആ ഇമാം ബൂസരി തങ്ങൾ ബുറുദ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം, മഹാനവർകൾ ഇത് രചിച്ചതിന് ശേഷം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബുറുദയൊന്ന് കേൾക്കാൻ ഒരു താല്പര്യം മഹാനായ ഇമാം ബൂസരി ചൊല്ലിക്കൊടുത്തു. അതാ ഓരോ വരികൾക്കിടയിലും സലാത്താണ്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ബുറുദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൊണ്ട് അതാ ഇമാം ബൂസരി തങ്ങൾക്ക് രോഗമുള്ള സ്ഥലത്ത് ഒന്ന് തടകിക്കൊടുത്തു. ആ സമയത്ത് തന്നെ രോഗമങ്ങ് മാറിപ്പോയി, ആരോഗ്യം വീണ്ടുകിട്ടിപ്പോയി. ഒരു സാലെടുത്തിട്ട് ഇമാം ബൂസരി തങ്ങളെ കഴുത്തിലങ്ങ് പുതപ്പിച്ചു. സാല് പുതപ്പിച്ച് ബഹുമാനിക്കലില്ലേ? നബിതങ്ങൾ ഇമാം ബൂസരിയെ ഒന്നങ്ങ് ആദരിച്ചു. നബിതങ്ങളുടെ മദ്ഹ് പാടിയ മഹാനല്ലേ, ആ സാല് പുതപ്പിച്ചുകൊണ്ടങ്ങ് ആദരിച്ചു. ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോൾ നബിതങ്ങൾ പുതപ്പിച്ച സാല് ചുമലിൽ കാണാനുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം ബൂസരി സന്തോഷത്തോടുകൂടി ഈജിപ്തിലെ റോട്ടിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു മഹാപണ്ഡിതൻ അബുർറജാ റളിയല്ലാഹു അൻഹു, ഇമാം ബൂസരിയുടെ സ്നേഹിതനാണ്, സുഹൃത്താണ്, സലാം ചൊല്ലി, ഓ ഇമാം ബൂസരി, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി ചൊല്ലിയ പദ്യമില്ലേ, അതൊന്നെനിക്ക് തരണം. ഏത് പദ്യം? ഞാൻ ഒരുപാട് പദ്യം ചൊല്ലിയിട്ടുണ്ടല്ലോ, ഏത് പദ്യമാ വേണ്ടത്? ബുറുദയാകാൻ സാധ്യതയില്ല, അമിന്തദക്കുരിയാകാൻ സാധ്യതയില്ല. കാരണം അത് ഇയാൾക്ക് കേൾപ്പിച്ചിട്ടില്ല, ലോകത്തൊരാൾക്കും കേൾപ്പിച്ചിട്ടില്ല. രോഗത്ത് കിടന്ന വീട്ടിൽ നിന്ന് ചൊല്ലിയതാണ്, അതാരെയും ഇന്ന് വരെ കേൾപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ചോദിക്കാൻ സാധ്യതയില്ല എന്ന നിലക്ക് ചോദിച്ച് ഏത് പദ്യമാണ്? അപ്പോഴാണ് അബൂറജാ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുന്നു. ആമീൻ തദക്കുരിജി വനിം ബിദി സലമി മസജ്തദം അൻജറാ മിൻ മുഖ്ലതിം ബിദമി.
എന്ന് തുടങ്ങുന്ന പദ്യമാണ് സറഫുദ്ദീനിൽ ബുസിരി. അത് നിങ്ങൾക്ക് എവിടുന്ന് മനഃപ്പാഠമാക്കാൻ കഴിഞ്ഞു? ഞാൻ ആർക്കും അത് കൈമാറിയിട്ടില്ലല്ലോ. ഓ, അതാണോ ഇന്നലെ രാത്രി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അത് ചൊല്ലിക്കൊടുത്തില്ലേ? അത് ചൊല്ലുന്നത് കേട്ടപ്പോൾ കരിമ്പിന്റെ തണ്ട് കാറ്റിന് ആടുന്നത് പോലെ നബിതങ്ങൾ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മനഃപ്പാഠമാക്കിയതാണ് ആ വരി. അമിൻ തദക്കുരി ജീറാനിം ബിദി സലമി മസജ്തദം അൻജറാ ബിമുഖലത്തിൻ ബിദബി മൗലായ സല്ലി വസല്ലിം ദാഇ من أبدا على حبيبك خير الخلق كلهم. ഇനി അതാ ഇത് കൈമാറാതിരിക്കാൻ പറ്റോ? അബൂ റജാ റളിയല്ലാഹു അൻഹു കോപ്പി കൊടുക്കുന്നു. ഈജിപ്ത് മുഴുവനും പ്രചരിച്ചുപോയി, രാജാക്കന്മാർ ഏറ്റെടുത്തുപോയി, പണ്ഡിതന്മാർ ഏറ്റെടുത്തുപോയി, സാധാരണക്കാർ ഏറ്റെടുത്തുപോയി, ലോകം മുഴുക്കെ ബുർദ ബൈത്ത് പ്രചരിച്ചു പോയി. ബുർദ എന്ന പേര് വരാൻ കാരണം ഈ നബിതങ്ങളുടെ പുതപ്പ് ഇമാം ബൂസരി തങ്ങളുടെ കഴുത്തിലിട്ട് കൊടുത്തില്ലേ? അൽ ബുർദ എന്ന പേരിന്റെ അർത്ഥം പുതപ്പ് എന്നാണ്. പുതപ്പ് പുതപ്പിച്ചത് കൊണ്ടാണ് ആ പേര് ലഭിച്ചിട്ടുള്ളത്. അതേ പേര് തന്നെ കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു ചൊല്ലിയ ബാനത്ത് സുആദിനും ആ പേരുണ്ട്. കാരണം അത് നബിതങ്ങളുടെ ജീവിതകാലത്ത് ചൊല്ലിയതാണ്. ആ നബിതങ്ങൾ അത് ചൊല്ലിയപ്പോൾ പുതപ്പ് പുതപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, നബിതങ്ങളുടെ മദ്ഹ് പാടാൻ പണ്ഡിതന്മാര് വന്നാൽ, ആലിമീങ്ങൾ വന്നാൽ അവർക്ക് പാരിതോഷികം കൊടുക്കുന്ന പതിവുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ അക്രമിയായി പ്രഖ്യാപിച്ച കഅബ് ഇബ്നു സുഹൈർ വന്ന് നബിതങ്ങളെ മുന്നിൽ വെച്ച് നബിതങ്ങളെ മദ്ഹ് പാടിയപ്പോൾ അതാ നബിതങ്ങൾ പുതപ്പ് പുതപ്പിച്ചിട്ടുണ്ട്. ഇന്നും നബിതങ്ങളുടെ മദ്ഹ് പറയുന്നവർക്ക് പാരിതോഷികം കൊടുക്കുന്ന പതിവ് രാജാക്കന്മാർക്കുണ്ട്, സർവ്വലോകത്തുമുണ്ട്. ഞാൻ സലാലയിൽ ഒരു വലിയ അറബികളുടെ മജ്‌ലിസിൽ അതാ മൗലിദിന്റെ സദസ്സ് പങ്കെടുത്തു. മൗലിദ് കഴിഞ്ഞപ്പോൾ എനിക്കും അവർ പാരിതോഷികം തന്നു. ലോകം മുഴുക്കെ അത് നടന്നു വരുന്നുണ്ട്. ആ ബുർദ ബൈത്ത് നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ ബുർദ ബൈത്തിയില്ല, ഗാനമേള ഒഴിവാക്കുക, പാട്ട് ഒഴിവാക്കുക, അനാവശ്യമൊക്കെ ഒഴിവാക്കുക, ഹറാമൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നല്ല ബർക്കത്തുള്ള കല്യാണം ആകട്ടെ എന്ന് വിചാരിക്കുക, ബർക്കത്തുള്ള നിക്കാഹ് ആകട്ടെ എന്ന് വിചാരിക്കുക. കുട്ടീനെ തന്റെ അള്ളയാണ്, സന്തോഷകരമായ ജീവിതവും തന്റെ അള്ളയാ. അമ്മോശനെയും ഉയ്യാപ്പള്ളിനെ തെറ്റിക്കാതിരിക്കേണ്ടോ അള്ളയാ. ഗാനമേളക്കാരൻ അതിന് സാധിക്കൂല. അത് അള്ളാഹ്ക്കേ കഴിയും. അള്ളാഹുവിലേക്ക് മനസ്സുതിരിച്ചുകൊണ്ടാകണം കല്യാണങ്ങൾ, അള്ളാഹുവിലേക്ക് മനസ്സുതിരിച്ചുകൊണ്ടായിരിക്കണം എല്ലാ പ്രവർത്തനങ്ങളും. അള്ളാഹു തആല നമ്മയെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, അള്ളാഹുവിലേക്ക് ഖൽബ് തിരിഞ്ഞവരിൽ പെടുത്തട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. ബുർദ ബൈത്ത് സംസാരിക്കാൻ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം റഹ്മാനേ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു സ്ത്രീ അല്പം സ്വർണം സംഭാവന, മരിച്ചുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം അല്ലാഹുവേ, അവരുടെ ഖബറിൽ നീ സന്തോഷം നൽകണം റഹ്മാനെ. വേറൊരാൾ സിറാജുലുദ്ദീനിലേക്ക് സംഭാവന എന്ന് കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, നീ അവരുടെ കുട്ടികൾക്ക് ഖൈർ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായ എല്ലാവർക്കും നീ മാപ്പാക്കണം റഹ്മാനെ. നമ്മുടെ ഇവിടെ കയറി വന്നപ്പോൾ ഉസ്മാനാജി ഒരു ചെറിയ കത്ത് വന്നു. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നമ്മുടെ സൂപ്പി ഹാജിയും ഉസ്മാൻ ഹാജിയും ഇവിടെയുള്ള എല്ലാ നേതാക്കളും എല്ലാ ചെറുപ്പക്കാരും എല്ലാ യുവാക്കളും എല്ലാ ആളുകളും എല്ലാ വ്യക്തിത്വങ്ങളും സജീവമായി പ്രവർത്തിക്കാനും. അപ്പോൾ നമ്മളെ ഈ സ്ഥാപനത്തിനൊന്ന് പെയിന്റ് ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെ ഒന്ന് ഇന്റർലോക്ക് ഇടണം. കുട്ടികളൊക്കെ വൈകുന്നേരം പുരയിലെത്തുമ്പോൾ പൊടിയിൽ മുങ്ങിപ്പോകുന്നു, അതുകൊണ്ട് ഇന്റർലോക്ക് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഇപ്പൊ അതിന് നിന്നാ സമയം കുറെ പോവുള്ള വേളൊക്കെ പോകുന്നൊന്നും പറയാതിരുന്നതാണ്. എന്നാൽ ഇന്റർലോക്ക് നടത്തണം, ഇന്റർലോക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് നമ്മളെ കുട്ടികൾ മദ്രസയിലും സ്കൂളൊക്കെ വരുന്ന കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. കാരണം സ്കൂൾ മദ്രസയും കൂടി പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഖുർആൻ പഠിക്കുന്ന മക്കളാ. നമ്മളെ മുസ്ഹഫൊക്കെ ചുവന്നുക, മുണ്ടുകുപ്പായൊക്കെ ചുവന്നുക. അതിന് പരിഹാരം വേണം. അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പരിഹാരം ഉണ്ടാക്കില്ല, നമ്മൾ തന്നെ പരിഹാരമാക്കണം.
അതിനെല്ലാവരും നമ്മളെ വീട്ടിന്റെ മുറ്റത്ത്, എന്റെ വീട്ടിന്റെ മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊക്കെ വീട്ടിന്റെ മുറ്റത്ത് നിങ്ങൾ ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട്, അധികം ആളുകൾ. അപ്പൊ നമുക്ക് അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ചുറ്റുഭാഗത്ത് ഇന്റർലോക്ക് ചെയ്യണം, ഒന്ന് നല്ല ഒരു പെയിന്റ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കണം. എന്നോട് നമ്മളെ ഹക്കീം സഖാഫി പറഞ്ഞു, ഒരു ചെറിയ കുട്ടി ചോദിച്ചിരിക്കുന്നു, പെരിങ്ങത്തൂർ സ്കൂളിൽ പോയി വന്നപ്പോ ടീച്ചറോട് ചോദിച്ചിരിക്കുന്നു, ഒരു കുട്ടി, ഉസ്താദെ അല്ല ടീച്ചറെ, പെരിങ്ങത്തൂർ സ്കൂളെ ഫീസും തൂക്കന്നുമുള്ള സ്കൂളെ ഫീസും ഒരുപോലെയാണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. കാരണം പെരിങ്ങത്തൂർ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് നല്ല പെയിന്റ് ഒക്കെ ചെയ്ത് ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല ബിൽഡിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു കുട്ടി ടീച്ചറോട് ചോദിച്ചല്ലേ, ടീച്ചർ സ്വന്തം മകൻ ഉണ്ടാക്കിയൊന്നും അറിയില്ല, ഏതായിരുന്നാലും ടീച്ചർ ചോദിച്ചു എന്ന് എന്നോട് ഹക്കീം സഖാഫി പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ കുട്ടിയോട് പറയണം, രണ്ട് സ്ഥലത്തും പഠിപ്പിക്കുന്ന ഒരേപോലത്തെ പുസ്തകമാണ്, രണ്ട് സ്ഥലത്തുള്ള മാഷന്മാർക്കും ടീച്ചർമാർക്കും ഒരുപോലത്തെ ശമ്പളമാണ്, അതിന് വേണ്ടിയാ ഫീസ് വാങ്ങുന്നത്, അല്ലാതെ ബിൽഡിങ്ങിന് വേണ്ടിയല്ല ഫീസ് വാങ്ങുന്നത് എന്ന് പറഞ്ഞേക്കണം. ബിൽഡിങ്ങിന് വേണ്ടി വാങ്ങുകയാണെങ്കിൽ വാടകയല്ലേ വാങ്ങുക. ഒരൊറ്റ സ്കൂൾ നമ്മൾ വാടക വാങ്ങുന്നില്ല, ഇവിടെയും വാങ്ങുന്നില്ല, പെരിങ്ങത്തൂരും വാങ്ങുന്നില്ല, പാറക്കടവും വാങ്ങുന്നില്ല, ആദാവരത്തും വാങ്ങുന്നില്ല, വാടക ഒരു സ്ഥലത്തും വാങ്ങുന്നില്ല, ഫീസ് വാങ്ങുന്നുണ്ട്. എന്റെ രണ്ട് കുട്ടികൾ ആദാവരത്ത് പഠിക്കുന്നുണ്ട്, ഞാനും ഫീസ് ഇറക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ പോകുന്നതിന് മുമ്പെങ്ങാനും ഭാര്യ എന്നോട് പറഞ്ഞു ഫീസ് ഇറക്കാൻ വേണ്ടി കത്ത് വന്നിട്ടുണ്ട്, എന്നോട് മറന്നുപോയി കൊടുക്കാൻ. ഇപ്പൊ ഓർമ്മയായി, ഇത് പറയുമ്പോൾ ഓർമ്മയായി, നാളെ പോയിട്ട് കൊടുക്കണോ ഇസ്മായിൽ സഖാഫിനെ കണ്ടാൽ. ഞാൻ പറഞ്ഞു വന്നത്, അതുകൊണ്ട് ഫീസ് വാങ്ങുന്നത് ബിൽഡിങ്ങിനല്ല, അത് മാഷന്മാർക്കും ടീച്ചർമാർക്കും ശമ്പളം കൊടുക്കാനാ. അത് വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ശമ്പളം കൊടുക്കാനാവില്ല. നമ്മൾക്ക് ഗവൺമെന്റ് സർക്കാർ ഒന്നും നികുതിയൊന്നും വാങ്ങുന്നില്ലല്ലോ, നമ്മളെങ്ങനെ ശമ്പളം കൊടുക്കുക? അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടികൾക്ക് ഞാനും കൊടുക്കുന്നുണ്ട് ഫീസ്. എന്തുകൊണ്ട്? ഈ സർക്കാർ നിവൃത്തിയില്ല. നമ്മളെ പാറക്കടവിൽ 6 ഷെഡിലാണ്. പാറക്കടവിൽ ഒക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ള മോമിനികൾ ധാരാളം ഉണ്ട്. 6 ഷെഡിലാണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറെ കാലം നടത്തി. ഇവിടെയും കുറെ ഷെഡിൽ നടത്തി. പിന്നെയാണ് നമ്മൾ ബിൽഡിങ്ങിലേക്ക് കയറിയത്. അൽഹംദുലില്ലാ, ഞാനേക്കാളും വലിയ ബിൽഡിംഗ് ഉണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ, അതിനുള്ള സംവിധാനങ്ങൾ അള്ളാഹു തആല ചെയ്തു തരട്ടെ. എല്ലാവരും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്താൽ അള്ളാഹു തആല തരും. നമ്മളെ ഖൽബ് ഒന്നിച്ചു നിന്ന് നമ്മൾ ദീനീ പ്രവർത്തനം നടത്തുമ്പോൾ അള്ളാഹു സഹായിക്കും. ഞാൻ 4 കൊല്ലത്തോളം ഓല ഷെഡിൽ കിടന്നുറങ്ങിയവനാണ്. എനിക്ക് അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഓട് വെച്ച വീട് അന്നുണ്ട്. അന്ന് കോൺക്രീറ്റ് ബിൽഡിംഗ് ഇല്ല, ഓട് വെച്ച വീടുണ്ട്, അതുപോലെ തന്നെ നല്ല റൂമുണ്ട്, എല്ലാ സൗകര്യവും കട്ടിലുണ്ട്. പക്ഷെ ഞാൻ ഓല ഷെഡ് കെട്ടിയിട്ട് വെറും ചളിയിലും വെള്ളത്തിലും 4 കൊല്ലം ഇഷ്ടികയും തലക്ക് വെച്ച് ഞാൻ കിടന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ തണുപ്പ് കൊണ്ട് നിലത്ത് കിടക്കാൻ കഴിയാതെ വരുമ്പോ ഞാൻ തെങ്ങിന്റെ കഷ്ണം ഇങ്ങനെ മുറിച്ച് കൗക്കോലാക്കി അത് പാകിയിട്ട് അതിന്റെ മുകളിൽ ഞാൻ കൊല്ലങ്ങളോളം കിടന്നിട്ടുണ്ട്. കുറ്റിയാടി സിറാജുൽ ഹുദയിൽ 5 വയസ്സ് ഒരാളും എനിക്ക് ശമ്പളം തന്നിട്ടില്ല, ഇന്നും തന്നില്ല, ഇന്നുവരെ വാങ്ങിയിട്ടില്ല, എനിക്കൊട്ട് കിട്ടിയിട്ടില്ല, എനിക്കൊട്ട് ആവശ്യമില്ല. അതുപോലെ തന്നെ 5 വയസ്സ് അമ്പകയിൽ ഞാനിട്ട് പറ്റിയിട്ടില്ല, എനിക്കൊരു പ്രയാസവും അല്ലാഹു തആല തന്നിട്ടുമില്ല. ഞാൻ പറഞ്ഞത്, നമ്മളെ കൊണ്ട് മറ്റുള്ളവർ നന്നാകണം, മറ്റുള്ള കുട്ടികൾ എൽമ് കിട്ടണം, മറ്റുള്ള കുട്ടികൾ വിജയിക്കണം, മറ്റുള്ള കുട്ടികൾ നന്നാകണം. നമ്മളിവിടെ കുറെ കാലം ജീവിച്ചിട്ടങ്ങ് പോയിട്ടെന്താ കാര്യം? ഈ ശരീരം വിറ്റ് കാശാക്കാൻ കഴിയോ? പോത്തിന്റെ ശരീരം, കാളയുടെ ശരീരം, അതുപോലെ ആട്ടിന്റെ ശരീരം, കോഴിയുടെ ശരീരം ഒക്കെ മറ്റുള്ളവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ഉപകാരമാവും. നമ്മളെ ശരീരമോ? നമ്മളെ ശരീരം എങ്ങനെ വിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കഷ്ണാക്കാൻ പറ്റുമോ? നമ്മളെ ശരീരം മണ്ണിൽ വെച്ച് മണ്ണായി പോകാനുള്ള ശരീരം എവിടെ കിടന്നാലെന്താ? ആ കിടക്കുന്ന സ്ഥലത്ത് സന്തോഷത്തോടെ ഖബറിൽ വിശ്രമിക്കാൻ കഴിയണം. അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ അവന്റെ വിചാരണ നേരിടാൻ കഴിയൂല. അവന്റെ കാരുണ്യം കൊണ്ട് അവിടെ നിന്ന് അവന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തണം. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ സഹിക്കാൻ കഴിയൂല. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻപല്ല് പൊട്ടിത്തെറിച്ചു പോറ്റിയ ദീൻ, തലക്ക് മുറിവേറ്റ് പോറ്റിയ ദീൻ, ഈ ദീനിനു വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്തിട്ട് ആ വകയിൽ അവിടുത്തെ ശഫാഅത്ത് കിട്ടണം, അവിടുത്തെ കാണാൻ കഴിയണം, അവിടുത്തെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടാൻ കഴിയണം. ഫോട്ടോ പത്രത്തിൽ വന്നിട്ടൊരു കാര്യവുമില്ല, ചിത്രം കുറെ കണ്ടിട്ടൊരു കാര്യവുമില്ല. മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം, ഹബീബിന്റെ സമീപത്തെത്തണം, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം കിട്ടണം. سيدي خير النبي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയണം. അതിന് ഭാഗ്യം ലഭിക്കുന്ന അമലായി
ഞങ്ങളെ മദ്രസകളും ഞങ്ങളെ സ്കൂളുകളും ഞങ്ങളെ പള്ളികളും ഞങ്ങളെ സെന്ററുകളും ഞങ്ങളെ സ്ഥാപനങ്ങളും ഞങ്ങളെ പ്രവർത്തനങ്ങളും ഞങ്ങളെ സംഘടനകളും എല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആരാണോ നിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്നത്, ആരാണോ സമയം ചെലവഴിക്കുന്നത്, ആരാണോ ആയുസ് ചെലവഴിക്കുന്നത്, ആരാണോ സമ്പത്ത് ചെലവഴിക്കുന്നത്, അവർക്കെല്ലാം ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. സർവ്വ തെറ്റുകളിൽ നിന്നും മോചിതരാക്കി ഞങ്ങളെ ഏടുകളിൽ സ്ഥലം പിടിച്ച തെറ്റുകൾ മയച്ച് ഞങ്ങൾക്ക് ഹൈറായ ജീവിതത്തിന് ഭാഗ്യം തരണം റഹ്മാനെ. ഒരു തുടക്കം കുറിക്കണല്ലോ. നമ്മളെ റോത്തുകാർ പറഞ്ഞ സ്ഥിതിക്ക് ആരാ ഒരു തുടക്കം പറയാ? സ്ക്വയർ ഇവിടെ നമുക്ക് ഇന്റർലോക്ക് ഇടാൻ വേണ്ടിയിട്ട് എത്രയും പറയാ. ഇന്റർലോക്ക് ഇടണം, പെയിന്റ് ചെയ്യണം, മറ്റുള്ള റിപ്പയറുകളൊക്കെ നടത്തണം. ഒരു തുടക്കാരെങ്കിലും ഒന്ന് പറയും, ഒരു വർക്കത്തിന് ആരെങ്കിലും ഒരാള്, ആര് പറഞ്ഞാലും തിരക്കല്ല. ഒരു തുടക്കത്തിന് സുബ്ഹാനല്ലാഹ്. നാളെ തങ്ങൾ വരുന്നുണ്ട്, നാളെ ആക്കാൻ നമുക്ക് കൂടുതൽ എന്തെങ്കിലും കൊടുക്കുന്നൊക്കെ തങ്ങളെ കൈ കൊടുത്തോളി. ഇപ്പൊ ഒരു ബർക്കത്തിന് തുടക്കം മാത്രം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അൽഹംദുലില്ലാ. ഒരു ഫാത്തിഹ സൂറത്ത് നമ്മളെ ഹമീദിന്റെ പേരിലും PCS തങ്ങളുടെ പേരിലും നമ്മളുടെ മരിച്ചു എല്ലാവരുടെ പേരിലും ഫാത്തിഹ സൂറത്ത് വെച്ച് ദുആ ചെയ്യണം. ഇലാ ഹദറത്തിൻ നബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ.